ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ പ്രാരംഭ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു. ശ്രുതിമധുരമായ ഗാനാലാപനങ്ങൾ കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം ഈ ദേശത്തോട് അറിയിക്കുകയായിരുന്നു. തുടർന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗീയ കൽപ്പന പ്രകാരമാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെക്കുറിച്ചും വരുത്തുകയല്ല ഞങ്ങളുടെ ജോലി. അതിനെന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, അതിന് മാത്രമേ ഒരു വ്യക്തിയിൽ മാറ്റം വരുത്തുവാൻ കഴിയുകയുള്ളൂ. മദ്യത്തിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ചോ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെക്കുറിച്ചോ കൊലപാതകത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ഞാൻ എത്ര വർണ്ണിച്ചാലും എന്തെല്ലാം ബോധവൽക്കരണങ്ങൾ നടത്തിയാലും അതുകൊണ്ടൊന്നും ഒരു മനുഷ്യനും മാറ്റം വരികയില്ല എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. എന്നെ പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ ഷാപ്പ് നടത്തിയും അതുപോലെ തന്നെ രാഷ്ട്രീയം ജീവിതം നയിച്ചും അതുപോലെ വാഹനം ഓടിച്ചും പല ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ക്രൈസ്തവ മതത്തിൽ ജനിച്ചു വളർന്ന എന്നെ പോലൊരു വ്യക്തിക്ക് ഇവിടെയുള്ള ഏതൊരു ക്രിസ്തു മതത്തിൽ ജനിച്ച വ്യക്തിയേക്കാൾ കൂടുതൽ പാരമ്പര്യം പറയുവാനും കഴിയുന്നതാണ്. എന്നാൽ ഈ പാരമ്പര്യം കൊണ്ടോ മതകർമ്മങ്ങൾ കൊണ്ടോ ഉപദേശങ്ങൾ കൊണ്ടോ ഒരിക്കലും ഒരു മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ എൻ്റെ 35-ാമത്തെ വയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവന്റെ സുവിശേഷം ഞാൻ കേട്ടു. ആ സുവിശേഷത്താലാണ് സവിശേഷമായിരിക്കുന്ന ഈ മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതൊരു മതത്തിന്റെ സന്ദേശമല്ല, മതമാറ്റത്തിന്റെ സന്ദേശമല്ല. മഹാദൈവത്തിന്റെ മടിത്തലം വിട്ട് മാലാഖമാരുടെ ആരാധന വിട്ട് മഹീതലത്തിൽ മറിയത്തിന്റെ മകനായി മണ്ണിൽ അവതരിച്ച് മാനവമധ്യ പാവന ജീവൻ നയിച്ച് മരക്കുരിശിൽ മാനവരാശിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു എന്ന അഖിലാണ്ടത്തിനുടവനായ ഈശ്വരൻ ഇപ്രകാരം അരുളി ചെയ്തു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് ലഭിച്ചിരിക്കൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങൾ ഉപദേശിക്കുകയും പഠിപ്പിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്ന ക്രിസ്തു മതമാണ്. ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നവരും അവർ തന്നെയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും അതുപോലെ ഈ യുവതലമുറയിൽപ്പെട്ടവരാണ്. ലോകത്തിന്റെ ഏതെല്ലാം കോണുകൾ പരിശോധിച്ചാലും ഇന്ത്യ മാത്രമല്ല, ജപ്പാനിലോ ജർമ്മനിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കിയാലും എല്ലാം അവിടെയെല്ലാം മദ്യവും മയക്കുമരുന്നും ലോക പാപ സ്വഭാവങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിൽ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ മതങ്ങൾ ഇവിടെ മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറുകയും, കാർൽ മാർക്സ് പറഞ്ഞതാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇസം മനുഷ്യനെ മതിപ്പിക്കുന്ന വീഞ്ഞാണ്. വർഗീയത അത് മനുഷ്യനെ കൊല്ലുന്ന വിഷമാണ്. അതുപോലെ ഭീകരവാദം നമ്മുടെ മാതൃരാജ്യത്തിന്റെ ആപത്താണ്. ഇങ്ങനെ ലോകം ഭയാനകമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ഞാൻ ഇവിടെ വന്ന് സ്ഥാനോപദേശങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ ഈ പാപത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന പാപ സ്വഭാവത്തിന് എന്നേക്കുമായി ഒരുവനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു മതത്തിന്റെ സന്ദേശമല്ല എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ലോകത്തെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതമെങ്കിലും എന്തുകൊണ്ടാണ് ഈ മതത്തിലുള്ളവർ ഇന്നും മദ്യം കഴിക്കുന്നത്? എന്തുകൊണ്ടാണ് കുടുംബ ജീവിതങ്ങൾ അഥവാ ഭാര്യാഭർത്തൃ കേസുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ കോടതിയിൽ ഡൈവേഴ്സിന് വേണ്ടി കിടക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവമില്ലാത്ത മതത്തിൽ ദൈവമില്ലാത്ത ജീവിതം നയിക്കുന്ന ദൈവമില്ലാത്ത ജനതകളാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളിലുമുള്ളത്. അതുകൊണ്ടാണ് ഈ മതങ്ങൾ പഠിപ്പിക്കുന്ന ദൈവങ്ങൾ ഒരിക്കലും മനുഷ്യനെ സമാധാനം കൊടുക്കുന്നില്ല, സന്തോഷം കൊടുക്കുന്നില്ല, മരണഭീതിയിൽ നിന്നും അവർക്കൊരു പ്രത്യാശയും കൊടുക്കുന്നില്ല.
അതുകൊണ്ടാണ് വയലാർ ഒരിക്കൽ പാടി, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സു പങ്കുവച്ചു, മണ്ണ് പങ്കുവച്ചു. രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ യുദ്ധം മൂലം മരിച്ചവരെക്കാൾ കൂടുതൽ മരിച്ചിരിക്കുന്ന മതത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് മാറിയത് കൊണ്ടോ ഒരു മാറ്റം ഒരു മനുഷ്യനും വരികയില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് ഈ മനുഷ്യൻ, ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഈ മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടോ, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ഈ മനുഷ്യൻ എങ്ങനെ കുടുംബമായി, കുടുംബങ്ങൾ എങ്ങനെയാണ് ഗോത്രങ്ങളായത്, ഇവിടെ എങ്ങനെയാണ് വിവിധ ഭാഷകൾ ഉണ്ടായത്, ഈ ഭാഷാഭേദങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെ രാജ്യങ്ങളുണ്ടായി, ഇവിടെ എങ്ങനെ സാമ്രാജ്യങ്ങൾ ഉണ്ടായി, ഇവിടെ എങ്ങനെ ജനാധിപത്യം ഉണ്ടായി, ഇനി ഇതൊരു ഏകാധിപത്യത്തിലേക്ക് പോകുമോ, ഈ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ, ആ ജീവിതം ഒരു പുനരുത്ഥാനമാണോ പുനർജീവനമാണോ, അതുപോലെ പുനർജന്മമാണോ, മരിച്ചവർ മടങ്ങി വരുമോ, ഇത്യാദി ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ജീവിച്ച് കൊതി തീരാത്ത മനുഷ്യൻ, അല്പായുസിന് ഉടമയായ മനുഷ്യൻ, ലോകത്ത് ഇന്ന് ഏത് മനുഷ്യനും ഒരേ ഒരു ആഗ്രഹമുണ്ട്, മരണിക്കാതിരിക്കാൻ ഏതെങ്കിലും മരുന്ന് ലഭിക്കുമോ. അങ്ങനെ മരിക്കാതിരുന്ന് ഈ ലോകത്ത് പോലും ഇത്ര കഷ്ടത നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ, ദുരിതം നിറഞ്ഞ, രോഗം നിറഞ്ഞ ഈ ലോകത്ത് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്നാണ് കവി പാടിയത്. എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു ചോദിക്കൂ നിങ്ങളുടെ മതങ്ങളോട്. മതങ്ങൾ മൗനം വീക്ഷിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത് ചോദിക്കൂ നിങ്ങൾ 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രത്തോട്. ശാസ്ത്രം പറയും അത് പ്രകൃതിയുടെ ഒരു വികൃതിയല്ലേ എന്ന്. എന്നാൽ ചോദിക്കൂ നിങ്ങൾ ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിനോട്, എന്തുകൊണ്ടൊരു മനുഷ്യൻ മരിക്കുന്നു, എന്തുകൊണ്ടൊരു മനുഷ്യൻ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോക ചരിത്രത്തിൽ ഇന്നോളം 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ബ്രഹ്മാണ്ടങ്ങളും ആരണ്യങ്ങളും 18 വാല്യം ഭഗവത്ഗീതയും 18 പർവ്വങ്ങളിലെ മഹാഭാരതവും 108 ഉപനിഷത്തുക്കളും പരിശോധിച്ചാൽ എന്തുകൊണ്ടൊരു മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഈ ഭാരതീയ മതഗ്രന്ഥങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണ് BC 700-ൽ മിത്രമതത്തിന്റെ ജന്മഗ്രഹമായിരുന്ന പേർഷ്യയിലുണ്ടായ സ്വരാഷ്ട്ര മതം. സ്വരാഷ്ട്ര മതത്തിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് സന്തവസ്ഥയാണ് പ്രിയരെ. സന്തവസ്ഥ എന്ന ആ ഗ്രന്ഥം 1000-ഓളം ഗീതകളാൽ സ്വരാഷ്ട്രാൽ വിരചിതമായതാണ്. ആ 1000-ഓളം ഗീതകളാൽ വിരചിതമായ സന്തവസ്ഥയോട് നിങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിക്കുന്നത്? ഉത്തരം അവിടെയില്ല. അതിനുശേഷം കൂടെ ഉണ്ടായി പ്രബലമായൊരു മതമായിരുന്നു ബുദ്ധമതം. ബുദ്ധമതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബുദ്ധന്റെ ശിഷ്യന്മാരാൽ വിരചിതമായിരിക്കുന്ന ത്രിപിടകം എന്ന പുസ്തകമുണ്ടവർക്ക്. സുത്തപിടകം, വിനായക പിടകം, അവധർമ്മപിടകം, ഈ 3 പിടകങ്ങളടങ്ങുന്ന ഈ ത്രിപിടകം പരിശോധിച്ചാൽ അവസാനം അതിലും എഴുതി വെച്ചിരിക്കുന്നത് നിർവ്വാണം എന്ന പദമാണ് പ്രിയരെ. മരണത്തിന് അവിടെയും ഉത്തരവില്ല. വീണ്ടും നാം അറിയുന്ന പോലെ നമ്മുടെ ഭാരതത്തിലെ മറ്റൊരു മതമായിരുന്നല്ലോ ജൈനമതം. ഋക്ഷിതദേവൻ എന്ന് പറയുന്ന പ്രത്യേക മഹർഷിയാൽ സ്ഥാപിതമെങ്കിലും വർത്തമാന മഹാവീരനാൽ പ്രചാരണ ലഭിച്ച ഈ ജൈനമതത്തിന്റെ 84 ചെറു ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ എന്നും ജൈനമത ഗ്രന്ഥങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണ് നാം അറിയുന്നത് പോലെ തന്നെ ഇസ്ലാം. സലാം എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന പദം തന്നെ ഉണ്ടായത്. സലാം എന്ന വാക്കിന്റെ അർത്ഥം കീഴടങ്ങുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. അങ്ങനെ കീഴടങ്ങി അനുസരിക്കുന്ന നിഷ്ഠയുള്ള മതമായ ഇസ്ലാമിൽ 114 സൂറത്ത് വിരുദ്ധമായി ഖുർആൻ 6666 വാക്യമുള്ള ഖുർആൻ പരിശോധിച്ചാൽ, പിന്നീട് ഖലീഫമാർ എഴുതപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചാൽ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഇന്ന് ഒരു ഉത്തരം പറയുവാൻ ഖുർആനും കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇന്ത്യയിലുണ്ടായ മറ്റൊരു മതമാണല്ലോ സിഖ് മതം. ഗുരുമുഖി എന്ന പ്രത്യേക ലിപിയിൽ എഴുതിയ സിഖ് മതഗ്രന്ഥമായ ഗ്രന്ഥ സാഹിബ് പരിശോധിച്ചാൽ ഗുരു നാനാക്ക് മുതൽ അംഗദനം വരെ 10 ഗുരുക്കന്മാരുടെ ഗീതകൾ അടങ്ങിയിരിക്കുന്ന ഈ ഗ്രന്ഥ സാഹിബ് പരിശോധിച്ചാൽ
എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ അതിലും അവർ പറഞ്ഞിരിക്കുന്നത് ഗുരു രാതിര നാദിച്ഛ ഗുരു പരമദൈവത ഗുരു സൃഷ്ടിസ്ഥിതം സാ നിഗ്രഹാനുഗ്രഹം പ്രമദം പഞ്ചവിധ ശാശ്വതം വാസിദേവൻ ഗുരു ഭജ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്ത സനാതന ഗുരുവരനായിരിക്കുന്ന ബാണി, ആ ബാണിയായിരിക്കുന്ന ഗുരുവിന് മാത്രമേ, അഥവാ ആ ഗുരു സൃഷ്ടി സ്ഥിതി സംഹാര നിഗ്രഹ അനുഗ്രഹ പാലനം, ഈ 5 ഗുണങ്ങളുള്ള ഗുരുവരനായിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ബാണിയായിരിക്കുന്ന ഗുരുവരനായിരിക്കുന്ന ആ സനാതന ഗുരുവിന് മാത്രമേ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുവാനേ നമുക്ക് കഴിയൂ. ഉത്തരം പറയുവാൻ മറ്റൊരുത്തൻ വന്നേ പറ്റുകയുള്ളൂ. നമ്മുടെ മഹർഷീരന്മാർ ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി അവർ മലമുകളിൽ പോയി നാനാകത്വത്തിൽ ഏകത്വത്തിൽ ലയിച്ച് പരബ്രഹ്മമായ ഈശ്വരനെ അകബ്രഹ്മമാക്കുവാൻ ഗാത്രം ക്ഷേത്രമാകുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ വിശ്വാമിത്ര പരാശര മഹർഷിമാർ പോലും പച്ചലയും പച്ചവെള്ളവും കഴിച്ചല്ലേ പ്രിയരെ തപസ് ചെയ്തത്. എന്നാൽ വിശ്വാമിത്രൻ മേനകയുടെ മുമ്പിൽ വീണുപോയത് കൊണ്ടല്ലേ ശകുന്തളയുണ്ടായത്. പാലരുവി നടുവിൽ പണ്ട് പൗർണമി രാവിലെ ഒരു മത്സ്യകന്യകയിൽ ഒരു ഉക്കുവത്തി പെണ്ണിൽ ജനിച്ച മകനല്ലേ വേദവ്യാസൻ. അതുകൊണ്ടാണ് കാമക്രോധ മോഹങ്ങളാൽ ഒരു കുട്ടി ജനിച്ചിരിക്കൊണ്ട് പാപോകം പാപകർമ്മോകം പാപാത്മാ പാപസംഭവം, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യന് പിന്നെ എങ്ങനെയാണ് ഈ മരണത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് അവരും ഇപ്രകാരമാണ് പറഞ്ഞത്, ഈ മരണത്തിന് ഉത്തരം കണ്ടെത്തുവാൻ അഥവാ മഹർഷിവര്യന്മാർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവതാരം എന്ന ആശയം മഹർഷിവര്യന്മാരെ ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞത്. അങ്ങനെ അവർ എഴുതി വെച്ചു 10 അവതാരങ്ങളെ കുറിച്ച്. മത്സ്യക്കുരു വരാഗസ്യ നരസിംഹസ വാമന രാമോ രാമച്ച കൃഷ്ണകൽക്കി ജനാർദ്ദന. അതിൽ 9ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനും വന്ന് വേടന്റെ അമ്പേറ്റ് കാലപുരിയിലേക്ക് പോയെന്ന് ഭാഗവതം 10ാം സ്കന്ധം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവതാര പുരുഷന്മാർ അവകാശപ്പെടുന്നവരെല്ലാം മരിച്ചു മാറ്റപ്പെട്ടു പോയി ഈ ലോകത്ത്. ബുദ്ധൻ മരിച്ച് ഗയയിലടങ്ങിയപ്പോൾ, ഗുരുസ്വാമിയൻ ശിവഗിരിയിലടങ്ങിയപ്പോൾ, മുഹമ്മദ് മരിച്ച് മെദീനത്തടങ്ങിയപ്പോൾ ഇനി എങ്ങനെയാണ് മരണത്തിന് ഉത്തരം കണ്ടെത്തുന്നത്? അതുകൊണ്ടാണ് മരണത്തിന് ഉത്തരം പറയുവാൻ, അഥവാ മരണശേഷമുള്ള ജീവിതത്തിന് ഉത്തരം പറയുവാൻ ഒരുവൻ വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന അഖിലാണ്ടത്തിലുടയവനായ ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തത് ദൈവ തിരുവെഴുത്തിലും പ്രകാരമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ തിരുവെഴുത്തെന്ന് അറിയപ്പെടുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുഖുവന്മാർ, ആട്ടിടയന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദീപസംഘവും, കാരാഗ്രഹം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഇരുന്നു കൊണ്ട് സുമാർ 1600 വർഷത്തെ കാലത്തൊക്കെ എഴുതി ചേർത്തതാണ് ഈ തിരുവെഴുത്തെന്ന് വരികിലും ആദിയോട് അന്തം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു എഴുത്തുകാരൻ ഒരു ഇരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികാൽ എഴുതിയതുപോലെ തമ്മിൽ പ്രപഞ്ചത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഏക ഗ്രന്ഥമാണല്ലോ ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച്, മനുഷ്യന്റെ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച്, അഥവാ ഈ ഭൂമിയിലെ മനുഷ്യന്റെ വീണ്ടുമുള്ള ജീവിതത്തെക്കുറിച്ച്, ഈ പുനരുത്ഥാന ശരീരത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൻ പ്രകാരം ബൈബിളിനോട് നിങ്ങൾ ചോദിക്കൂ, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തേക്ക് കടന്നിരിക്കുന്നു. എല്ലാ മനുഷ്യരും പാപികളാണ്. പാപിയല്ലാതില്ലൊരു നരനും ഭൂതലെ ഗോപശീലൻ ശിശുവെങ്കിലും ഉണ്ടല്ലോ എന്നാണ് നീതിസാരവും പറയുന്നത്. ഒരു ശിശു ഗോപിക്കുവാൻ കാരണം അവൻ പാപിയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ മധുരഗായകനായിരിക്കുന്ന ദാവീദ് പോലും പ്രാർത്ഥിക്കുന്നത്, ഞാൻ അഹൃത്യത്തിലൊരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. അപ്പൊ സമസ്ത മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, ഒരുത്തൻ പോലും ഈ ഭൂമിയിൽ നീതിമാനായി ഇല്ല എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും പറയുക, റോമാലേഖനം 3:23 പറയുന്നു, എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ ദൈവദേശില്ലാത്തവരായിരുന്നു. പണ്ഡിത പാമര വ്യത്യാസം കൂടാതെ, ബ്രാഹ്മണ ക്ഷത്രിയ വ്യത്യാസം കൂടാതെ, വൈശ്യശൂദ്ര വ്യത്യാസം കൂടാതെ, ഹിന്ദു ക്രിസ്ത്യാനി വ്യത്യാസം കൂടാതെ സമസ്ത മനുഷ്യരും പാപികളാണ്. അങ്ങനെ പാപികളായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവത്തിന് ശിക്ഷായോഗ്യരാണ്. അങ്ങനെ ശിക്ഷായോഗ്യരായിരിക്കും. എന്താണ് ആ ശിക്ഷ?
ആ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. റോമാലേഖനം 6:23 പറയുന്നു, പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപ സ്വഭാവത്തിൽ അവൻ ചെയ്യുന്ന സമസ്ത പാപങ്ങൾക്കും ഒരു നാൾ ശമ്പളം കൊടുക്കുന്ന ദിനമുണ്ട്. ആ ദിനമാണ് പാപത്തിന്റെ ശമ്പളമായ മരണം. മരണമില്ലാതെ ദൈവത്തിന്റെ സാദൃശ്യത്തിന് സ്വരൂപിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൽ ഇന്നോളം എല്ലാ ജീവരാശികൾക്കും ബല കൽപ്പിക്കുന്ന ഒരു സർക്കാരിന്റെ കീഴിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഒരു പ്രകൃതിക്ഷോഭമുണ്ടായാൽ കൂടി വന്ന 5 ലക്ഷം രൂപയാണ് ഒരു മനുഷ്യന് വിലമതിച്ചിരിക്കുന്നത്. ഇനി ഒരു കാട്ടുമൃഗം ഒരു മനുഷ്യനെ കൊന്നാൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾ എന്നാൽ 10 ലക്ഷം രൂപ കൊടുക്കും. അതിനപ്പുറം ഒരു വില ഇടുവാൻ ഇന്നത്തെ പ്രധാനമന്ത്രിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു മനുഷ്യന്റെ വില അവർക്ക് അറിയില്ല. അതിലും കൂടുതൽ വില അവർ കൽപ്പിക്കുന്നത് അഥവാ കാട്ടുമൃഗങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മനുഷ്യൻ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം പറയുന്ന ദൈവഗ്രന്ഥമാണ് പ്രിയരെ, ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ കരി താര സൂര പാറ പർവ്വതർവാലങ്കൃതമായ ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തെ സൃഷ്ടിച്ച് ഈശ്വരനുണ്ടല്ലോ, ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു, മനുഷ്യനുണ്ടാകുമായിരുന്നു. എന്നാൽ കരുത്തുറ്റ കലാങ്കുലിയുടെ കവിഞ്ഞ വൈഭവമായി കാമ്യകലാ വസ്തുവായി മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ ദൈവം അവന് ജീവശ്വാസമൂതി. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം എന്ന ബൈബിളിന്റെ ആദ്യ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ 26 മുതൽ 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കും. പിതാവ്, പുത്രൻ, പവിത്രാത്മാവെന്ന 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായ ദൈവം തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ദൈവം ആ സാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്, ഒരു മനുഷ്യൻ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന ഏക സത്യ ദൈവത്തിന്റെ മകനായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചവനാണ് ആദിമ മനുഷ്യനായ ആദാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദാമിനോട് ദൈവം പറഞ്ഞു, നീ സർവത്തെയും അടക്കി ഭരിക്കണം. അങ്ങനെ സർവസൃഷ്ടാവായിരിക്കുന്ന സർവത്തിന്റെയും അധിപനായിരിക്കുന്ന രാജാതിരാജാവായിരിക്കുന്ന സത്യേക ദൈവത്തിന്റെ അഥവാ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, നീ പ്രപഞ്ചത്തെ ഭരിക്കണം. അങ്ങനെ പ്രപഞ്ചത്തെ ഭരിക്കുവാൻ ദൈവം ആക്കി വെച്ചവനാണ് ദൈവത്തിന്റെ മകനായ മനുഷ്യൻ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം പറയുന്നത്, ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ്. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഈ 10 ലക്ഷം രൂപ വിലമതിച്ചവനല്ല ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏതൊരു കമ്പനിയും ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് വില പറയേണ്ടത് കമ്പനിയുടെ ഓണറാണ്. അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഒരു മനുഷ്യന്റെ വില പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് യേശു ക്രിസ്തു വില പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മുഖാന്തരം സർവവും സൃഷ്ടിക്കപ്പെട്ടു. അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ സത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വചനം ശരീരമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ സൃഷ്ടാവായ ദൈവം ഒരു മനുഷ്യന്റെ വില പറഞ്ഞു. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും നീ നിന്റെ ജീവനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? സർവ്വലോകവും നേടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, നമ്മുടെ മോദിജി പ്രധാനമന്ത്രി ക്രിസ്തുവിനെ സ്വീകരിച്ച ആളല്ല. നാം അറിയുന്ന പോലെ നമ്മുടെ ബഹുമാനതനായ മുഖ്യമന്ത്രി പിണറായി സാറ് ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച ആളല്ല. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയാവാനോ പ്രധാനമന്ത്രിയാകാനോ അതുപോലെ ടാറ്റ, ബിർള, അംബാനി പോലെയുള്ളവർ, റിലയൻസിനെ പോലുള്ളവർ ക്രിസ്തുവിനെ സ്വീകരിച്ചവരൊന്നുമല്ല. അവരിന്ന് ഇവിടെ രാജ്യം ഭരിക്കുന്നുണ്ട്, സുഖലോലുപരായി ജീവിക്കുന്നുണ്ട്, അവർക്ക് സുഭിക്ഷമായി ജീവിക്കുന്നു. അവരെ സംബന്ധിച്ച് അനേക ആരാധന പുരുഷന്മാരുണ്ട്. ഇവിടുത്തെ പേര് കേട്ട അഥവാ സംഗീതജ്ഞന്മാരും അതുപോലെ സംഗീത സാമ്രാട്ടുകളും കലാകാരന്മാരും അതുപോലെ നാം അറിയപ്പെടുന്ന വ്യക്തികളെ ആരും അഥവാ ക്രിസ്തുവിനെ സ്വീകരിച്ചവരായി അപൂർവം ചില വ്യക്തികളെ കാണുകയുള്ളൂ. പിന്നെ എന്തിനാണ് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ട ആവശ്യകത? ന്യായമായൊരു ചോദ്യമാണ്. ഇവിടുത്തെ ക്രിസ്തു മതത്തിന് പോലും ഇത് മനസ്സിലായിട്ടില്ല.
കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മരിച്ചാൽ നീ എവിടെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഉറപ്പിച്ചു പറയുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് ക്രിസ്തീയ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ അറിയില്ല. ഈ ദൈവം ഏത് ദൈവമാണ്? ഹിന്ദുവിന്റെ ദൈവമാണോ? ക്രിസ്ത്യാനിയുടെ ദൈവമാണോ? മുസ്ലിമിന്റെ ദൈവമാണോ? അതിൽ നാലാമത് വേറെ ദൈവമാണോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരു ദൈവമാണോ? അത് കേവലം പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു കഷ്ണമായ ഭൂമിയിൽ നിന്നും ജലത്തിൽ നിന്നുണ്ടായ അമീബയിൽ നിന്നും പരിണമിച്ചുണ്ടായ അഥവാ ത്രിപ്പാണി ജീവികൾ, അതിന് പരിണമിച്ചുണ്ടായ നാം അറിയുന്ന പോലെ താഴ്ന്നതരം കുരങ്ങൾ, അതിൽ നിന്ന് ജാവ മനുഷ്യൻ, നിയണ്ടാർത്ത മനുഷ്യൻ, പീക്കിക് മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട ആധുനിക മനുഷ്യനുണ്ടായെന്നൊക്കെ ഇവിടുത്തെ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിച്ചിറങ്ങുമ്പോൾ ഈ യുവതലമുറ പഠിക്കുന്നത് ഒരു ദൈവത്തെ കുറിച്ചല്ല, പിന്നെയോ ദൈവമില്ലാത്തൊരു ലോകം ഇവിടെ അഥവാ സംജാതമായിരിക്കുന്നുവെന്നും അങ്ങനെ ഏതോ ഒരു കാരണത്താൽ പൊട്ടിത്തെറിച്ച ഭൂമിയിൽ നിന്നും ഒരു പരിണിത ഫലമായി ഇവിടെ കുരങ്ങിൽ നിന്നും മനുഷ്യനായി എന്ന് പഠിപ്പിക്കുമ്പോൾ കുരങ്ങിന്റെ സ്വഭാവമല്ലേ കാണിക്കാൻ കഴിയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് കുരങ്ങിൽ നിന്നുണ്ടായവനല്ല മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അഥവാ അങ്ങനെ കേവലം പരിണമിച്ചുണ്ടായതായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുരങ്ങിന്റെ ജീനും മനുഷ്യന്റെ ജീനും തമ്മിൽ ചേരാത്തത്? ആധുനിക ശാസ്ത്രത്തിനപ്പുറം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഈ മനുഷ്യൻ പാപത്തിന്റെ ശമ്പളമായി എന്തുകൊണ്ട് മരിക്കുന്നു? മരണശേഷം ഒരു ന്യായവിധി കൊണ്ടോ? ആ ന്യായവിധി എങ്ങനെയായിരിക്കും? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്ത് മരിച്ചു മൺമറഞ്ഞ് പൊടിയായി പോയ ഈ മനുഷ്യനെ എങ്ങനെ ന്യായം വിധിക്കപ്പെടും? ആ ന്യായവിധി എന്ന് പറയുന്നത് ആരാണ് ന്യായം വിധിക്കുന്നത്? ഇതൊക്കെ സാധാരണമായിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. ഇതിനൊരു മതത്തിന്റെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന ചോദ്യത്തിന് ബൈബിളാണ് മറുപടി പറഞ്ഞത്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്താണ് പാപം? പാപം എന്തെന്ന് വെച്ചാൽ മതങ്ങളെല്ലാം പഠിപ്പിക്കും. മദ്യപാനം, പിടിച്ചുപറി, കൊലപാതകം, വ്യഭിചാരം എന്ന് വേണ്ട വലിയൊരു ലിസ്റ്റ് അങ്ങ് നിരത്തുകയാണ്. ഈ ലിസ്റ്റിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ വേണ്ടി നിങ്ങൾ തീർത്ഥാടനം നടക്കണം, നിങ്ങൾ കുമ്പസാരിക്കണം, നിങ്ങൾ കുർബാന കൈക്കൊള്ളണം. അതൊന്നും പോരാ. പറ്റുമെങ്കിൽ അതുപോലെ ഇസ്ലാമാണ് ഹജ്ജ് ചെയ്യണം. അങ്ങനെ 5 നേരം നിസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, നൂൽപാലം വഴി ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് പോകാമെന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവ മതത്തെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ജന്മപാപം നീക്കുവാൻ മാമോദീസ മുങ്ങി, അതിനുശേഷം ആദ്യ കുർബാനയായിക്കൊണ്ടു, അതിനുശേഷം കുമ്പസാരവും, അതുപോലെ ആ എല്ലാ കുർബാനയും അനുഭവിച്ച ശേഷം അവസാനം അന്ത്യകുദാശയും കൊടുക്കും. അന്ത്യകുദാശ കൊടുത്തിട്ടും പറയുന്ന വാക്യതാണ്, പാപിയായി ഇവരോട് കരുണ തോന്നണമേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് മനുഷ്യനെ മയക്കുന്ന മതം കറുപ്പാണെന്ന് പറഞ്ഞ കാരണം നാം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. മതം മനുഷ്യനെ ചൂഷണം ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞാൽ ഈ ആയുസ്സിനപ്പുറം എന്തെന്ന് മതത്തിന്റെ നേതാക്കന്മാർക്ക് ഒരു നിശ്ചയമില്ല. കാരണം എന്താണ്? പാപത്തിൽ നിന്ന് മോചനം കൊടുത്തില്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണം, അർത്ഥാൽ നിത്യമായ നരകം, ഈ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് മത നേതാക്കന്മാർക്ക് പോലും അറിയാം. അതുകൊണ്ടാണ് നാം അറിയുന്നു, ലോകത്തെ ഏറ്റവും വലിയ മതത്തിന്റെ ആചാര്യനായിരിക്കുന്ന മഹാപുരോഹിതനായിരിക്കുന്ന ബഹുമാനിതനായ പോപ്പ് വത്തിക്കാനിലെ കുർബാനയ്ക്ക് ശേഷം അവസാനം പറയുന്ന ഒരു ആശീർവാദമുണ്ട്. ബലഹീനനും മഹാപാപിയുമായ അടിയൻ അടുത്ത് ബലിയർപ്പണത്തിൽ ഉണ്ടാകുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞാൽ പാപിയായിരിക്കുന്ന മനുഷ്യൻ പാപപരിഹാര ബലി എന്ന് പറഞ്ഞ് ബലിയർപ്പണം കഴിഞ്ഞ് സ്വന്തമായ പാപത്തിന് പോലും പരിഹാരം വരുത്തുവാൻ കഴിയാത്ത അഥവാ പരാജിതനായിരിക്കുന്ന പോപ്പിനെയാണ് നാം കാണുന്നത്. അവിടെ ഇത് തന്നെയാണ് ഇവിടത്തെ ഏത് പള്ളികളെടുത്ത് പരിശോധിച്ചാലും കുർബാനയുടെ അവസാനം അച്ഛനൊരു ആശീർവാദം പറയുന്നതും ബലഹീനനും മഹാപാപിയുമായി അടിയൻ അടുത്ത് ബലിയേർപ്പെടുന്നത് ഉണ്ടാകുമെന്ന് അറിയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹൈന്ദവ ഗ്രന്ഥപ്രകാരം പരിശോധിച്ചാൽ ബ്രഹ്മമുഹൂർത്തി പൂജ തുടങ്ങുന്ന ഒരു പൂജാരിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മജ്ഞാനം ലഭിച്ചവൻ ആരോ അവനാണല്ലോ ബ്രാഹ്മണൻ. ഇല്ലത്തിൽ കുട്ടിയനിച്ച് ഉണ്ണിയാകുകയുള്ളൂ. അങ്ങനെ മാന്ത്രിക വിദ്യകളെല്ലാം അഭ്യസിച്ച ഒരു പൂണൂലിട്ട ഒരു ബ്രാഹ്മണനായിരിക്കുന്ന ഖണ്ഡരമോഹനന് പോലും ശബരിമല ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം പുറംതിരിഞ്ഞു പോരുമോ പ്രിയരെ? സ്വന്തമായി പുറംതിരിഞ്ഞു പോരുവാൻ കഴിയാത്ത മനുഷ്യന് മറ്റൊരാളുടെ അഥവാ പാപമോചനം കൊടുക്കുവാൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുമോ? അവിടെയും അസാധ്യമാണ്. 5 നേരം നിസ്കരിച്ച് അഥവാ സക്കാത്തും കൊടുത്ത് നൂൽപ്പാലം വഴി സ്വർഗത്തിലേക്ക് എന്ന് പഠിപ്പിക്കുന്ന അലിയൂർ ഇസ്ലാം മതമേ, ഞാനെന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും 2 ഹജ്ജ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി എത്രയോ ഹാജിയാരന്മാരാണ് തുടരെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മതങ്ങൾ മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പാണ് പ്രിയരെ.
മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. എന്നാൽ മനുഷ്യ ജീവിതം ഒരു അഭിപ്രായമല്ല. മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുമോ? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ മറ്റു മനുഷ്യർ വെച്ച് അരിഷ്ടന്മാരത്രേ. എന്ന് പറഞ്ഞാൽ ഈ ആയുസ്സിന്റെ കല്യാണം നടക്കുവാനും അതുപോലെ സമൂഹത്തിൽ ഒരു മനുഷ്യടക്ക് നല്ലതുപോലെ കിട്ടുവാനും വേണ്ടിയല്ലേ അനവധി ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്ന ക്രിസ്തു മത അഥവാ മതക്കാർ ഇവിടെ ഇന്ന് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന് നിങ്ങൾ മരിച്ചാൽ ക്രിസ്ത്യാനികളെ നിങ്ങളുടെ നിശ്ചിത എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? അപ്പോൾ നിങ്ങളുടെ മതം പറയും, നിങ്ങൾ ഇവിടെ പാപം ചെയ്ത് പാപത്തെ പാലുപോലെ ആസ്വദിച്ച് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അഥവാ ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ശേഷക്രിയകൾക്ക് അനുസരിച്ച് ഒരു കഴുകലൊക്കെ കഴിഞ്ഞ് നിങ്ങളെ നേരെ പർദീസയിലേക്ക് കയറ്റിവിടും. ഞാനിന്ന് ചോദിച്ചോട്ടെ, യേശു ക്രിസ്തു പറയുകയാണ്, മരണശേഷം എന്ത് സംഭവിക്കുന്നു? എന്താണ് ഒരു മനുഷ്യൻ സർവ്വലോകത്തേക്കാളും വിലയുള്ളവനായി തീരുവാൻ കാരണം? മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. മരണം എന്ന് പറയുന്നത് ഒരു ആരംഭം മാത്രമാണ് പ്രിയരെ. പഞ്ചഭൗതികമായ ശരീരം മണ്ണിലേക്ക് ലയിച്ചാൽ ഇത് കേവലം മൂലകങ്ങളാണ്. മണ്ണിലേക്കുന്ന ശരീരം എന്ന മൂലകം ഒരിക്കലും ഇല്ലാതായി തീരുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇതിനെ ചലിപ്പിക്കുന്ന ഊർജം അഥവാ ആ ജീവൻ എവിടെ ഇരിക്കുന്നുവെന്ന് അഥവാ ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ആധുനിക ശാസ്ത്രവും സമ്മതിച്ചിട്ടുണ്ട്. അഥവാ ഈ രക്തത്തിലെ ഹോട്ടോപ്ലാസം അതാണ് ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ഊർജം. അതുകൊണ്ടാണ് ലൂയി പാസ്റ്റർ പരീക്ഷശാലയിൽ തെളിയിച്ചത്, ഈ ഊർജം എന്ന് പറയുന്നത് പുതുതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതായി തീരുന്നുമില്ല. അപ്പൊ മരണം കൊണ്ട് ശരീരം മൂലകങ്ങളായി തീരുന്നു. അതുപോലെ ഊർജം എന്ന് പറയുന്നത് പുതുതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതായി തീരുന്നില്ല, ജീവൻ നിലനിൽക്കുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. ആത്മാവിനെ കുറിച്ച് ആധുനിക ശാസ്ത്രവും പഠനം നടത്തുകയെ നാം അറിയുന്ന പോലെ തന്നെ അമേരിക്കയിലെ മസാച്യുസെറ്റ്സിന്റെ ആശുപത്രി ഡങ്കൻ മക്ടോൾ ഡോക്ടർ മരണാസന്നരായ രോഗികളെ താൻ തൂക്ക പരിശോധനയ്ക്ക് വിധേയമാക്കി മരിച്ചുപോയി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഭൗതികവാദികൾ പറയുന്ന പോലെ മരണം കൊണ്ട് ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചുവെങ്കിൽ മരിച്ചുപോയി എന്ന് എന്തിനാണ് പറയുന്നത്? അതുകൊണ്ടാണ് മരണശേഷം ഒരു നഷ്ടം വരുന്നുണ്ടോ എന്നറിയുവാൻ മരണശേഷവും മരിക്കുന്നതിന് മുമ്പും അദ്ദേഹത്തിന്റെ രോഗികളെ അമേരിക്കയിലെ മസാച്യുസെറ്റ്സിന്റെ ആശുപത്രിയിലെ ഡങ്കൻ മക്ടോവൽ ദുഃഖവിധേയമാക്കി. അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ഭാരനഷ്ടം സംഭവിക്കുന്നുണ്ട്. ആ ഭാരനഷ്ടം എന്തെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനായ ജാക്സൺ ഒലാബ് എന്ന് പറയുന്ന സ്പാനിഷ് ഡോക്ടർ, അദ്ദേഹം അഥവാ ഇലക്ട്രോണിക് സ്പ്രിംഗ് ത്രാസിൽ പ്രത്യേകം മരണത്തിനു മുമ്പും മരണശേഷവും വിവിധ പ്രായങ്ങളിൽപ്പെട്ടവരെ അഥവാ തൂക്കി നോക്കി. അങ്ങനെ തൂക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് 21 ഗ്രാം നഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കവി പാടിയത്, ആൾവാഞ്ചേരി തമ്പ്രാക്കളിലുമുണ്ട് അയ്യം പുലയിലുമുണ്ട് ആത്മാവിന് ഒരു വിലയേ ഉള്ളൂ. കാരണം ദൈവത്തിന് മുമ്പിൽ ഒരു മനുഷ്യന്റെ മക്കളാണ് സമസ്ത മനുഷ്യരും. അതുകൊണ്ടാണ് ദൈവത്തിന് ജാതി വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ പറച്ചിമറ്റ മന്ദിരങ്ങളുണ്ടാകുമോ? വരരുചി എന്നൊരു ബ്രാഹ്മണന് ഒരു ഷണ്ടാളത്തിൽ പെണ്ണിൽ ഒന്നിനു പുറകെ 12 കുട്ടികൾ ജനിക്കുമോ? ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, ഉച്ചനീച തട്ടുകളില്ലാത്ത ഒരേ ഒരു സൂര്യന് കീഴിൽ ഒരേ ഒരു ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യന്റെ മക്കളായിരിക്കൊണ്ട് എല്ലാവരുടെയും ആത്മാവിന്റെ തൂക്കം 21 ഗ്രാം എന്ന് കണ്ടെത്തി. ഈ 21 ഗ്രാം എന്താണെന്ന് അറിയുവാൻ വേണ്ടി വീണ്ടും അഥവാ ജർമ്മനിലെ ഡോക്ടർ ഹാരിങ്ടൺ ഡോക്ടർ പഠനം നടത്തി. അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു വാതകരൂപമാണ്. അതുകൊണ്ടാണ് ആത്മാവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആത്മാവിനെ കാണാത്തതെന്ന് ഇവിടുത്തെ ഭൗതികവാദികൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അതൊരു വാതകരൂപമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം ത്രിമാനങ്ങൾക്ക് വിധേയമായ ഒരു വസ്തുവിനെ പ്രതിബിംബമാക്കിയുള്ളൂ. ത്രിമാനങ്ങൾക്ക് അതീതമായതും അതിവിദൂര വസ്തുവിനെ കാണുവാൻ കഴിയില്ല. അതുകൊണ്ട് കണ്ടില്ല എന്ന കാരണത്താൽ ആത്മാവില്ല എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. ഇനി ആത്മാവ് ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഒരു കാറ്റങ്ങോട്ട് പോയി, കേവലം ഒരു കാറ്റാണോ? ന്യായമായൊരു ചോദ്യമാണ്. യേശുക്രിസ്തു പറഞ്ഞ കാറ്റല്ല. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. അവരുടെ പഞ്ചഭൗതിക ശരീരം മണ്ണിലേക്ക് ലയിച്ചുവെങ്കിൽ 2 ആത്മ മനുഷ്യന്മാർ അത് ഒന്ന് പാതാള പർദീസയിലേക്കും ഒന്ന് ദൈവത്തിന്റെ പർദീസയിലേക്കും മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് വീണ്ടും ഇതിനെക്കുറിച്ച് പഠനം നടത്തി. അഥവാ നാം അറിയുന്ന പോലെ അമേരിക്കയിലെ തന്നെ വില്യം ബെർണാണ്ടും AR വാട്ടേഴ്സും ഡോക്ടറും കൂടി വിൽസണിക് ക്ലൗഡ് ചേംബർ എന്ന പ്രത്യേക പരീക്ഷണ പേടകത്തിൽ അഥവാ മരണത്തോടു കൂടി ഒരു വ്യക്തിയെ നിരീക്ഷിച്ചപ്പോഴാണ് മരണം സംഭവിക്കുന്ന സമയത്ത്
ഈ മരിക്കുന്ന ശരീരം ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇതാ ഒരു ആത്മശരീരം, ഒരാത്മരൂപം രൂപപ്പെടുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഏതൊരു മനുഷ്യന്റെയും നാം മരണം എന്ന് പറയുന്നത് ഈ പഞ്ചഭൗതികമായ ശരീരവും ആത്മമനുഷ്യൻ തമ്മിൽ വേർപിരിയുന്നതാണ്. വേർപാടാണ് മരണം. ഏതെങ്കിലും വെച്ച് ദൈവത്തോട് പാപം ചെയ്ത മനുഷ്യൻ ആ നിമിഷം അഥവാ ദൈവത്തിൽ നിന്ന് വേർവിട്ടുപോയി. ഇതാണ് ആത്മീയ മരണം. എന്നാൽ നാം മരണം എന്ന് വിളിക്കുന്നത് ശാരീരികമായി ആത്മമനുഷ്യൻ ജഡമനുഷ്യൻ വേർതിരിയുന്നതാണ്. എന്നാൽ യഥാർത്ഥ മരണം, പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് പറയുന്നത് നിത്യമായി നരകശിക്ഷയാണ് പ്രിയരെ. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെ ഒരു നരകമൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു നരകമുണ്ടെങ്കിൽ ഇന്ന് വരെ ഇത്രമാത്രം ശാസ്ത്രം വളർന്നിട്ടും അത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിൽ ചന്ദ്രനിലും അതുപോലെ നക്ഷത്രങ്ങളും കൂടുകൂട്ടുന്ന മനുഷ്യ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബർമോഡ ട്രാങ്കിൾ എന്ന് പറയുന്ന ഭൂമിയിൽ തന്നെ കടലിലുള്ള ഒരു സ്ഥലം, അവിടുത്തെ എന്ത് സംഭവിക്കുന്നുവെന്ന് ഈ ബുദ്ധിമാനായ മനുഷ്യന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് കവി പാടിയത്, അനന്തമജ്ഞാതമവർണ്ണീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കിൽ എങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1300 ഗ്രാം തലച്ചോറുള്ള മനുഷ്യൻ, ഈ ആഴിയടന്ന മനുഷ്യൻ, ആകാശം കീഴടക്കിയ മനുഷ്യൻ, അവകാശപ്പെടുന്ന 21ാം നൂറ്റാണ്ടിലെ ബുദ്ധിജീവി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചോദിക്കുകയാണ്, നരകമോ? അങ്ങനെ ഒരു നരകമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് സൃഷ്ടാവായ ദൈവം, യഹോവയായ ദൈവം, ആ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു വന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം, ആ സത്യദൈവമാണ് പറഞ്ഞത് കെടാത്ത തീയുണ്ട്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 46 മുതൽ 48 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നരകത്തിൽ കെടാത്ത തീയുണ്ട്, സാകാത്ത പുഴുവുണ്ട്, ആ തീ കൊണ്ട് ഉപ്പിടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഏത് വമ്പനെയും കൊമ്പനെയും തമ്പുരാനെയും ഒരുപോലെ ന്യായം വിധിക്കുകയും ആ ന്യായവിധി ദിവസത്തിൽ പാപിയായ മനുഷ്യനെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന നിത്യനരകത്തിലേക്ക് തള്ളും. ആ നിത്യനരകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കെടാത്ത തീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നാം അറിയുന്ന ഈ ഭൂമിയുടെ അധോമണ്ഡലം തന്നെ തീ എന്ന പോലെ കത്തിമറിയുന്നുവെന്നാണ് ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ശാസ്ത്രം എന്ന ആശയം മനുഷ്യ ശബ്ദഭാഷ ഇല്ലാതിരുന്ന കാലത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം ആയിരക്കണക്കിന് അഥവാ 10,000-കണക്കിന് ലിറ്റർ, അതുപോലെ കോടിക്കണക്കിന് ലിറ്റർ അഥവാ ഡീസലും പെട്രോളും ഒഴിച്ചെടുക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമിയുടെ അകമണ്ഡലത്തിലേക്ക് അനവധി മടങ്ങ് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1000 മൈൽ സ്പീഡിൽ കറങ്ങുന്ന 25,000 മൈൽ ചുറ്റളവുള്ള ഈ ഭൂമി എന്ന ഗോളം അങ്ങനെ കറങ്ങുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ടാവുന്ന സ്പാർക്കിങ് കൊണ്ട് ഇതിന് തീ പിടിക്കുകയും അങ്ങനെ ഇതിന്റെ അന്തരാളം കത്തി മറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും, അത് എവിടെയെങ്കിലും ഭൂമി ഉലുക്കത്തും ഉണ്ടാകുമ്പോൾ, ഭൂവലക്കത്തിന് വിള്ളലുണ്ടാകുമ്പോൾ അതിലൂടെ പൊട്ടി പുറത്തേക്ക് വരുന്നതല്ലേ അഗ്നിപർവ്വതം. ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? ഈ ഗന്ധക ലാവ പൊട്ടിയൊഴുകുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. അത് നാം അറിയുന്ന പോലെ തന്നെ നമുക്കറിയാം, ഈ കെടാത്ത തീയാണോ ഈ ലാവ എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഇന്തോനേഷ്യൻ കടലിന്റെ അടിത്തട്ടിൽ ഒരു ലാവ ഇതുപോലെ ഒരു അഗ്നിപർവ്വതം പൊട്ടിയില്ലേ പ്രിയരെ? അതിന്റെ പ്രതിഭാസമല്ലേ ഇവിടെയുണ്ട് സുനാമി. അനവധി തീരദേശങ്ങളിലുള്ള എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, 71% ജലമല്ലേ ഭൂമിയിൽ, 29% കരയുള്ളൂ. എങ്കിലും 71% കടലുള്ള ഭൂമിയുടെ അടിത്തട്ടിൽ അഥവാ ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഈ പൊട്ടിയ വിടവിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി എന്തുകൊണ്ട് അകക്കാമ്പിലുള്ള ഈ തീയെ കടത്തുവാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, കെടാത്ത തീ ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നാം അധിവസിക്കുന്ന ഭൂമിയുടെ അധോമണ്ഡലം തന്നെ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ജീവിക്കുന്ന പുഴുക്കളുണ്ടോ? 1983 അമേരിക്കയിലെ കാലിഫോർണിയ, അവിടെ സജീവങ്ങള അഗ്നിപർവ്വതങ്ങളുണ്ട്. ആ സജീവങ്ങള അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് അവിടുത്തെ ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ അതിന്റെ ധാതു പദാർത്ഥങ്ങൾ തിരിച്ചു പഠിക്കുമ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ ഈ അത്യുഗ്രശേഷിയിൽ തിളച്ചു മറിയുന്ന ഗന്ധക തീപ്പൊയ്കയിൽ അത് ഭക്ഷിച്ച് ജീവിക്കുന്ന മാറൂർ ജോഡി പുഴുക്കളെ കണ്ടെത്തി. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ചെറിയ നൂൽപ്പുഴുക്കൾ, ഈ നൂൽപ്പുഴുക്കളെ അതിൽ നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി മാസ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോ കെമിക്കൽ പ്രൊഫസർ ഉൾഫ്രാദും സംഘവും ചേർന്ന് ഏറ്റവും തീവ്രതയെ ആസിഡിലേക്ക് ഇട്ടില്ലേ? പക്ഷെ അവയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന് ദി പ്രകൃതി ശാസ്ത്ര ജേർണലായി മാസികയിൽ രേഖപ്പെടുത്തിയില്ലേ? അതുകൊണ്ടാണ് നരകമുണ്ടോ? ഉണ്ട്.
നരകത്തിൽ തീ ഉണ്ടോ? ഉണ്ട്. കെടാത്ത തീ ഉണ്ടോ? ഉണ്ട്. ചാകാത്ത പുഴുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു നരകമുള്ളത് കൊണ്ടാണ് ഈ മനുഷ്യൻ പാപിയായി പാപത്തിന്റെ ശമ്പളമായി നിത്യ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ദൈവത്തോടുകൂടെ ദൈവമായിരുന്ന ആരാധനായിരിക്കുന്ന മഹാദൈവത്തോടും മഹാദൈവമായിരുന്നവൻ ആ മഹാദൈവത്തിന്റെ മടിത്തലം വിട്ട് മാലാഖമാരുടെ ആരാധന വിട്ട് മഹീതലത്തിൽ മറിയത്തിന്റെ മകനായി മണ്ണിലേക്ക് അവതരിച്ചു വന്നത്. അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനാണ് ഭൂമിയിൽ അവതരിച്ചു വന്നത്? ന്യായമായ ചോദ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തു എന്തിന് ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ 66 ഗ്രന്ഥ സമുച്ചയമായിരിക്കുന്ന 87 അത് പ്രമേയങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലറിയാം യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് കാണുന്ന പോലെ പടുകൂറ്റം പള്ളികളും കുടികളും കുടിമരങ്ങളും അൾത്താരകളും കുരിശുകളുമുള്ള ഒരു ക്രിസ്തു മതത്തെ ഉളവാക്കുവാനാണോ? അല്ല. യേശു ക്രിസ്തു എന്തിനാണ് വന്നത്? യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവതിരുവെഴുത്ത് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ആരും ഒരു നാളും കാണാത്ത പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യനെ മരണത്തിൽ രക്ഷിക്കുവാൻ കഴിയുന്ന രക്ഷിതാവായിരിക്കുന്ന മഹാദൈവമായിരിക്കുന്നവൻ അവൻ എന്തിനാണ് മനുഷ്യാവതാരം ചെയ്തു വന്നത്? ഒരുപക്ഷെ ഞങ്ങളോട് ചോദിച്ചേക്കാം, ഞങ്ങൾക്ക് അനവധി ദൈവങ്ങളുണ്ട്, അതുപോലൊരു ദൈവമല്ലേ യേശു ക്രിസ്തുവും? അതുകൊണ്ട് ഞങ്ങൾ ആ ദൈവത്തെ പോലെ ഒരു ദൈവമായി കാണുന്നുവെന്ന് പല ഹൈന്ദവ സഹോദരന്മാരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇസ്ലാം സഹോദരന്മാരോട് പറയുമ്പോൾ അവരും പറയും ഞങ്ങൾക്ക് 1,25,000 നബിമാരുണ്ട്, അതിൽ 1,25,000 നബിമാരിൽ 25 പ്രധാന നബിമാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നബിയായി ഈസാ നബിയെ ഞങ്ങൾ കാണുന്നു. കാരണം മുഹമ്മദ് നബി പോലും സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഏക നബി ഈസ എന്നാണ്. മുഹമ്മദ് നബി പോലും ഇബ്ലീസിനാൽ കുത്തപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈസായെ ക്രൂശിക്കാൻ കഴിയില്ല, ക്രൂശിക്കാനായിട്ട് അങ്ങോട്ട് യഹൂദന്മാർ കൊണ്ടുപോയപ്പോൾ അള്ളാഹു സ്വർഗത്തിലേക്ക് എടുത്തു എന്നൊക്കെ 4-ാം സൂറത്ത് 157-58 ആയത്തിൽ ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കേവലം ദേവന്മാരിൽ ഒരു ദേവനല്ല ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ കേവലം ഒരു പ്രവാചകനല്ല, അവൻ ദൈവത്തോടു കൂടി ദൈവമായിരുന്നവൻ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ ദൈവത്തോടു കൂടെ ദൈവം. സറാഫുകളും മൂപ്പന്മാരും അനവരതം ആരാധനായിരിക്കുന്ന യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാപകലില്ലാതെ ആരാധനായിരിക്കുന്ന ആ മഹാദൈവം ഉണ്ടല്ലോ, ആ മഹാദൈവമാണ് മനുഷ്യാവതാരം എടുക്കുവാൻ അവന് പ്രസാദമായപ്പോൾ ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചൂൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ലോക ചരിത്രം പരിശോധിച്ചാൽ പുസ്തകച്ചൂൽ എഴുതിയതുപോലെ ഒരു വ്യക്തി ഭൂമി ജനിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചിട്ടുണ്ടെങ്കിൽ, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അഥവാ സ്വർഗാരോഹണം ചെയ്തിട്ടുണ്ടെങ്കിൽ, മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് കർത്താവായ യേശു ക്രിസ്തു. അല്ലയോ ക്രിസ്തു, അങ്ങെന്തിന് ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്നുണ്ട് പ്രിയരെ. ഒരിക്കൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവനോടൊരു ആഗ്രഹം അറിയിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം അധ്യായത്തിൽ 9 മുതൽ 9-10 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് ഫിലിപ്പോസിന്റെ ആഗ്രഹം. ഫിലിപ്പോസ് ചോദിച്ചു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, 3 വർഷമായി ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് പിതാവായ ദൈവത്തെ ഒന്ന് കാണിച്ചു തരണം. യേശു ക്രിസ്തു മറുപടി, അല്ലയോ ഫിലിപ്പോസേ, ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നിങ്ങൾ ദൈവത്തെ കണ്ടില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അർത്ഥാൽ ദൈവത്തെ കണ്ടിരിക്കുന്നു. ലോക ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെ അവകാശ പ്രഖ്യാപനം ചെയ്തൊരു പ്രഖ്യാപിത പുരുഷ വിശേഷമുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെയും ഒരിക്കലും ദൈവമെന്ന് അംഗീകരിക്കാത്തവനും അതുപോലെ വിഗ്രഹം ആരാധിക്കാത്തവനും സ്വർഗത്തിലെ ദൈവത്തിന് ആദ്യമായി പണിയെഴുതിവിടുക അഥവാ ജെറുസലേം ദൈവാലയം എന്ന ആ ദൈവാലയം ഉണ്ടായിരുന്ന ആ ഇസ്രായേലിൽ 12 ഗോത്രങ്ങളിൽ ബെന്യാമിൻ ഗോത്രജനായിരുന്ന ഇന്നത്തെ അഥവാ ഭാരതീയ ഗതികൾ പരിശോധിച്ചാൽ, ഭാരതത്തിന്റെ സംസ്കാരം പരിശോധിച്ചാൽ വിപ്രക്ഷത്രിയ വൈശ്യശൂദ്രായ 4 ഭാഗമായി അഥവാ തിരിക്കുമ്പോൾ അതിലേറ്റവും അഥവാ ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും യുദ്ധപ്രിയരായിരിക്കുന്ന ഏറ്റവും ധൈര്യശാലികളെന്നാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അങ്ങനെയെങ്കിൽ 12
ഗോത്രങ്ങളിൽ, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ബെന്യാമിൻ ഗോത്രം എന്ന് പറഞ്ഞാൽ കടിച്ചു കീറുന്ന ചെന്നായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയും ഒരിക്കലും കൂസാത്തവനാണ്. അങ്ങനെയുള്ള ബെന്യാമിൻ ഗോത്രത്തിൽ അഥവാ ഈ ജനിച്ച തർസോസുകാരൻ ശൗൽ അഥവാ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ പരീക്ഷ പണ്ഡിതനായിരിക്കുന്ന വിവിധ ഭാഷാ പണ്ഡിതനായിരിക്കുന്ന ഗമാലിയലിന്റെ പാദമെടുത്തിരുന്ന് അഥവാ പഠിച്ച പൗലോസ്, ആ തർസോസുകാരൻ ശൗൽ 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ മാർഗത്തിന്റെ വിളർച്ച അഥവാ തകർച്ച കണ്ടിട്ട് അവൻ ആകെ വിഷമമായി. 1-ാം നൂറ്റാണ്ടിൽ അഥവാ യഹൂദ മതത്തിന്റെ തകർച്ച, ക്രൈസ്തവ മാർഗത്തിന്റെ വളർച്ച, ഇത് കണ്ട് തർസോസുകാരൻ ശൗൽ ഒരു വിളർച്ച. അവൻ നേരെ ജെറുസലേമിൽ ചെന്ന് ജെറുസലേമിലെ മഹാപുരോഹിതന്റെ അധികാരപത്രവും വാങ്ങി അഥവാ ക്രിസ്ത്യാനികളെയെല്ലാം ജെറുസലേമിലുള്ളവർ പിടിച്ചുകെട്ടി അവരെ സംബന്ധിച്ചിടത്തോളം കൊല്ലേണ്ടവരെ കൊല്ലുകയും സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന ശേഷം ഇതാ ദമസ്കോസ് എന്ന് പറയും 240 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ദമസ്കോസിലേക്ക് പുറപ്പെട്ടു. അവിടെ ക്രിസ്ത്യാനികൾ എന്നറിയുകയും ക്രിസ്തുശിഷ്യന്മാരെ കൊല്ലുവാനായി അശ്വാരൂഢനായി ആയുധപാണിയായി ഇതാ പുറപ്പെടുമ്പോൾ അവനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് എത്തുമ്പോൾ ഇതാ സൂര്യനേക്കാൾ വലിയ ഒരു വെട്ടം, ആ സൂര്യനെ വെല്ലുന്ന വലിയൊരു വെട്ടം അവന്റെ മുഖത്തടിക്കുകയും അവർ ആ നിമിഷം അഥവാ കുതിരപ്പുറത്ത് താഴെ വീണു. അവൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകസത്യ ദൈവമായിരിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ ആ ദൈവത്തിന് വേണ്ടി, ആ സത്യവിശ്വാസത്തിന് വേണ്ടി തീവ്രവാദം ചെയ്തുകൊണ്ട് ഈ അസത്യവിശ്വാസികൾ എന്നറിയപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കൊല്ലുവാൻ ഞാൻ പുറപ്പെടുമ്പോൾ, അതുപോലെ മഹാപുരോഹിതന്റെ അധികാരപത്രത്തിന്റെ അരയിലിരിക്കുമ്പോൾ എന്നെ തടയുന്നവൻ ആരെന്നാണ് ചോദ്യം. ശാന്തസുന്ദരമായിരിക്കുന്ന വളരെ സ്നേഹസ്വരൂപനായി ക്രിസ്തുവിന്റെ മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, പിന്നീട് തർസോസുകാരൻ ശൗൽ എന്ന ആ ക്രിസ്തു ശിഷ്യനായി തീർന്ന പൗലോസ് എഴുതി വെച്ചത് ആ ക്രിസ്തുവിനെ കുറിച്ച് എഴുതുകയാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന് എന്തെല്ലാം സൽഗുണ സമ്പൂർണതകളുണ്ടോ അതെല്ലാം ഒരു വ്യക്തിയിലേക്ക് ഒഴുകി മുന്നേറിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ദൈവം ദൈവമായിരുന്നാൽ 1 തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് എഴുതി വെച്ച പ്രകാരമാണ്, ദൈവം ദൈവമായിരുന്നാൽ അവൻ ധന്യനായ ഏകാധിപതിയായിരിക്കണം, അവൻ രാജാതി രാജാവായിരിക്കണം, അവൻ കർത്താതി കർത്താവായിരിക്കണം, അവൻ അമർത്യനായിരിക്കണം, അവൻ അടുത്തുകൂടാത്ത പ്രകാശം വസിക്കുന്നവനായിരിക്കണം, അവൻ അതുപോലെ തന്നെ തക്ക സമയത്ത് പ്രത്യക്ഷത കൊടുക്കുന്നവനായിരിക്കണം. ഇവനെ മാത്രമേ ദൈവം എന്ന് വിളിക്കാൻ പാടുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടുത്തെ ദേവന്മാരെയും ഇവിടുത്തെ ദൈവങ്ങളെയും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒന്ന് ദൈവം ദൈവമായിരുന്നാൽ ദൈവം രാജാതിരാജാവായിരിക്കണം. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നത്, യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവുമാണ്. ആ ശാശ്വത രാജാവായ യഹോവയായ സത്യദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതാ കിഴക്കിന്റെ വിദ്വാൻമാർ അത്ഭുത നക്ഷത്രം വാനമേഖലയിൽ കണ്ട് അവർ അന്വേഷിച്ചത് ഹെറോദാസ് രാജാവിന്റെ കൊട്ടാരത്തിൽ എവിടെയാണ് രാജാവായി പറഞ്ഞവൻ. ലോകചരിത്രം പരിശോധിച്ചാൽ അനവധി സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാം ജനിച്ച് ജീവിച്ച് പട്ടാഭിഷേകം കഴിഞ്ഞ് രാജാവായപ്പോൾ ഇവിടെ ഇതാ കിഴക്കിന്റെ വിദ്വാൻമാരെന്ന ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ അന്വേഷിച്ചെത്തുകയാണ്, എവിടെയാണ് അഥവാ രാജാവായി പിറന്നവൻ, യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിത, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ശിശു രാജാവായി പിറന്നിട്ടുണ്ടെങ്കിൽ അവന് തിരുമുൽ കാഴ്ചവെച്ച് പൊന്ന് മൂരെ കുന്തിരിക്കം കാഴ്ചവെച്ച് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും പരിശോധിച്ചാൽ അവന്റെ രാജ്യത്വത്തിന്റെ വലിയൊരു വിളംബരം തന്നെ കാണുവാൻ കഴിയും. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയരെ. ഇതാ ചോദിക്കുകയാണ് റോമൻ ഗവർണർ പീലാത്തോസ് ചോദിക്കുകയാണ്, ഇവിടെ ഒരു റോമൻ ചക്രവർത്തി ഉണ്ട്, ഇവിടെ രാജാവായ ഹെറോദാസ് ഉണ്ട്, എന്നാൽ നിന്നിലൂടെ ആരോപിതമായിരിക്കുന്ന കുറ്റം നീ രാജാവാക്കിയെന്നാണ്. നീ രാജാവ് തന്നെയോ? ചോദ്യം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 37-38 വാക്യങ്ങൾ. യേശു ക്രിസ്തു മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ രാജാവ് തന്നെ, എന്റെ രാജ്യം ഐക്യമല്ല, കേവലം കടലും മലയും കൊണ്ട് അതിർത്തിയിരിക്കുന്ന ഒരു ചെറിയ ഭൂഭാഗം എന്ന ഭൂമിയുടെ രാജാവല്ല ഞാൻ അഖിലാണ്ടത്തിന് ഉടയവനായ രാജാവാണ്. അവൻ രാജാവ് എന്നാണ് പ്രഖ്യാപിച്ചത്. അവിടെ കൊണ്ട് അവസാനിച്ചിട്ട് പ്രിയരെ,
നോക്കൂ, നിങ്ങൾ കാലുകളുടെ ക്രൂശിലേക്ക്. അനവധി രക്തസാക്ഷികൾ ലോകത്ത് മരിച്ചിട്ടില്ലേ? അനവധി ധീര പോരാളികൾ മരിച്ചിട്ടില്ലേ? അനവധി വ്യക്തികൾ മരിച്ചിട്ടുള്ള ലോകത്ത് ഇന്ന് വരെ രാജാവെന്ന് അഥവാ മേലെഴുത്ത് വെച്ച് ഒരുവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. എഴുതി വെച്ചു. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ നസ്രേത്തുകാരനായ യേശു, യഹൂദന്മാർ രാജാവ്. റോമൻ ഭാഷയിൽ എഴുതി വെച്ചു. റോമൻ വലേറിയം നിയമം, ലാറ്റിൻ ഭാഷ, ഇന്ത്യയുടെ ഭരണഘടനയെ പോലും സ്വാധീനിച്ചു നിൽക്കുന്ന, ലോകത്തുള്ള എല്ലാ ഭരണഘടനയും സ്വാധീനിച്ചു നിൽക്കുന്ന ലാറ്റിൻ ഭാഷയിൽ എഴുതി വെച്ചു നസ്രേത്തുകാരനായ യേശു, യഹൂദന്മാർ രാജാവ്. പോരാ, എഴുതി വെച്ചു ദൈവം മോശയോട് സംസാരിച്ച ആ എബ്രായ ഭാഷയിൽ എഴുതി വെച്ചു നസ്രേത്തുകാരനായ യേശു, യഹൂദന്മാർ രാജാവ്. എഴുതി വെച്ചു തത്വജ്ഞാനികളായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പൈതഗോറസ് തുടങ്ങിയ തത്വജ്ഞാനികളുടെ ഭാഷയിൽ എഴുതി വെച്ചു നസ്രേത്തുകാരനായ യേശു, യഹൂദന്മാർ രാജാവ്. ജനിച്ചപ്പോൾ രാജാവ്, ജീവിച്ചപ്പോൾ രാജാവ്, മരിച്ചപ്പോൾ രാജാവ്, മരിച്ചുയർത്തുന്ന രാജാവ്, മടങ്ങി വരുന്ന രാജാതിരാജാവ്. ഇവനാണ് മറ്റ് ദൈവങ്ങളെ പോലെയല്ല, ഇവനാണ് വെളിപ്പെട്ട ദൈവം. അതുകൊണ്ടാണ് ദൈവം ദൈവമായിരുന്നാൽ അവൻ കർത്താവായിരിക്കണം. യേശുക്രിസ്തു വളർന്നു വീണപ്പോൾ ഗബ്രിയേൽ ദൂതൻ അഥവാ ആട്ടിടയന്മാർ അറിയിക്കുകയാണ്, സർവ്വജനത്തിന് ഉണ്ടാകുവാണ് മഹാസന്തോഷം. ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഈ ചോരയുടെ മണം മാറാത്ത, ദിവസങ്ങളാകാത്ത, മാസങ്ങളാകാത്ത ശിശുവിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. ഇവൻ ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഇവനാണ് അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവ്. ഇവനാണ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. കാലത്തെ ഉണ്ടാക്കിയവൻ കാലാതിയിൽ നിന്ന് കാലത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കാലത്തെ ഏടിയെന്നും ഡീസന്റേടുകളായി ചിന്തിപ്പിടിച്ച് കാലമധ്യ വിരാജിത കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു ഇതാ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് ചെന്നു. അവിടെ അഥവാ വീഞ്ഞു തീർന്നു പോയി വിഷമോർത്തത്തിലായിരിക്കുന്ന ആ വിരുന്നുവാഴി അഥവാ വിഷമോർത്തത്തിലായിരിക്കുമ്പോൾ ഇതാ ആ കർത്താവായ യേശു ക്രിസ്തു കൽപാത്ര നടവിൽ നിന്നുകൊണ്ട് കൽപ്പിച്ചു, കോരി നിറപ്പീൻ, കോരിക്കൊടുപ്പീൻ. കാലത്തെ സൃഷ്ടിച്ചവൻ കാലത്തിലേക്ക് വന്ന് കൽപ്പിച്ചപ്പോൾ പച്ചവെള്ളം മുന്തിരിച്ചാറായി മാറിയില്ലേ? ഇല്ല എങ്കിൽ 6-7 വർഷം വേണ്ടേ മുന്തിരി നട്ടു വളർന്ന് അത് കായായി പഴമായി പൂത്ത് വിഴിഞ്ഞിരിക്കണ്ടേ? എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ കാലത്തെ നിർമ്മിച്ച കർത്താവായ യേശു ക്രിസ്തു കാനാവിലെ കല്യാണ വീടിന്റെ കൽപ്പാത്രത്തിൽ നിന്നുകൊണ്ട് ആ ഇടയിൽ നിന്ന് ഒന്ന് കൽപ്പിച്ചതേ ഉള്ളൂ, കോരി നിറപ്പീൻ, കോരിക്കൊടുപ്പീൻ. കുടിച്ചവർ കുതികൂലത്തോടെ കൂത്താടിയ സുന്ദര മനോഹരമായിരിക്കുന്ന വീഞ്ഞാക്കി മാറ്റുവാൻ അവന് കഴിഞ്ഞതിന്റെ കാരണം അവനാണ് സൃഷ്ടികർത്താവ്, കാലത്തെ നിയന്ത്രിക്കുന്നവൻ. ഇനി അവൻ ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. എന്താണ് കാരണം? താനും തന്റെ ശിഷ്യന്മാരും ഗലീല കടലിലൂടെ യാത്ര ചെയ്യുന്നു. ആഞ്ഞടിച്ചു വന്ന പ്രചണ്ഡവാദവും അലരുവെന്ന ആഴിയും ശിഷ്യന്മാർ അമർന്നു. അവർ ആശ്ചര്യമായി ഭയാനകമായി പേടിച്ചു വിളിച്ചു, അല്ലയോ കർത്താവേ, ഞങ്ങൾ നശിച്ചു, നിനക്ക് ഏതുമില്ലയോ? യേശു ക്രിസ്തു അഥവാ ആ വഞ്ചിയുടെ എഴുന്നേറ്റ് നിന്ന് കൊണ്ട് പറഞ്ഞു, ശാന്തമാകുക. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ആഞ്ഞൊളിച്ചു വന്ന പ്രചണ്ഡവാദത്തെയും അലറിവെന്ന ആഴിയെയും അല്പാക്ഷരം കൊണ്ട് അടക്കി നിർത്തുവാൻ കഴിഞ്ഞ ഇവനാണ് ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം. അതുകൊണ്ടാണ് മരണത്തിന്റെ കർത്താവ്, ജീവന്റെ കർത്താവ്. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്ന ന്യായം വിധിക്കേണ്ടതിനല്ലോ യേശു ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. അവനാണ് മരണത്തിന്മേൽ ജീവന്റെ മേൽ അധികാരമുള്ള കർത്താവ്. ഇന്നുവരെ കർത്താവായി ഈ ഭൂമിയിൽ ഇനി ഒരു ന്യായാധിപനായി സമസ്ത മനുഷ്യരെയും ന്യായം വിധിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ നിങ്ങളുടെ ഏത് ദേവന്മാർക്ക് കഴിയും? ഏതൊരു ദൈവത്തിന് കഴിയും? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇവനാണ് രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അവനാണ് അടുത്തുകൂടാത്ത പ്രകാശി വസിക്കുന്ന അത്യന്ത ശക്തി. ഞാനൊന്ന് ചോദിക്കട്ടെ സ്നേഹിത, അല്പനേരം തന്റെ വിശ്വരൂപം മറുരൂപം മലയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടപ്പോൾ അവർ മോഹാലിച്ചപ്പെട്ട് അവിടെ വീണുപോയില്ലേ? കാരണം അത്രമാത്രം തേജോമയനായിട്ട് ക്രിസ്തു അവിടെ കൊണ്ട് തീർന്നില്ല. അന്ത്യത്താഴ വിരുന്നിൽ ഇതാ കർത്താവായ യേശു ക്രിസ്തുവിനെ മാറോട് ചാരിയ യോഹന്നാൻ ഈ പുനരുദ്ധാനം ചെയ്ത് തിരസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പത്മോസിൽ കാണുമ്പോൾ അവൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണുപോയില്ലേ പ്രിയരെ? അതുകൊണ്ടാണ് അടുത്തുകൂടാത്ത പ്രകാശം വസിക്കുന്ന അത്യന്ത ശക്തിയായിരിക്കുന്ന ഒരേ ഒരുവൻ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തു അഥവാ തക്ക സമയത്ത് പ്രത്യക്ഷത കൊടുക്കുന്നവനാണ്. പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും പ്രസിദ്ധിയേറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരെല്ലാം കാലത്തിന്റെ യൗവനയിലേക്ക് മരണം വഴി മാറിപ്പോയി. അവരാരും മരിച്ചു തിരിച്ചു വന്നിട്ടില്ല.
എന്നെ ശ്രദ്ധിക്കാൻ സ്നേഹിത, ഒരു അവതാര പുരുഷനും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയല്ല. അവൻ പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ചു കൊല്ലും, ഞാനോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പറഞ്ഞതുപോലെ മാനവരാശിയുടെ പാപപരിഹാരം വരുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് തിരസ്കരിക്കപ്പെട്ട ശരീരത്തിൽ, അസ്ഥിയും മാംസമുള്ള ശരീരത്തിൽ, അഥവാ അവൻ പ്രത്യക്ഷനായില്ലേ പ്രിയരെ, അവൻ ഭക്ഷണം കഴിച്ച് കാണിച്ചു കൊടുത്തില്ലേ, അവിടെ കൊണ്ട് തീർന്നോ? ഏകദേശം 12ഓളം പ്രത്യക്ഷതകൾ ആ ദിവസങ്ങളിൽ തന്നെ അവൻ കൊടുത്തില്ലേ. അവൻ നോക്കി നിൽക്കാതെ തന്നെ അവൻ മേഘങ്ങളിൽ കൂടി സ്വർഗ്ഗാരോഹണം ചെയ്തു. ആ സ്വർഗ്ഗാരോഹണ ക്രിസ്തു ഇതാ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ സ്തെഫാനോസിനെ യഹൂദന്മാർ കല്ലെറിയുന്ന സമയത്ത് അവൻ നോക്കിയപ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ക്രിസ്തു പ്രത്യക്ഷത കൊടുക്കുന്നു. പോരാം, ഒരു 60 വർഷം കൂടി കഴിഞ്ഞു. ഇതാ പത്മോസ് ദ്വീപിൽ വെച്ച് ഇതാ യോഹന്നാൻ എന്ന ശിഷ്യനെ അഥവാ പത്മോസിലേക്ക് നാടുകടത്തി. പത്മോസ് ദ്വീപിലേക്ക് സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ അന്നത്തെ ചക്രവർത്തി അവനെ നാടുകടത്തി. എന്നാൽ ആ പത്മോസിൽ വെച്ച് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നെയ്യങ്കിരി ധരിച്ച് മാനത്ത് പൊൻകച്ച കെട്ടി തലയും തടവി ഹിമം പോലെ വെടുത്ത് കണ്ണാജ്വാലക്കൊത്ത് മുഖം സൂര്യ ശക്തിയോടെ ജ്വലിക്കുന്ന പോലെ മുഖം ആ ജീവനുള്ള ക്രിസ്തു അവൻ പ്രത്യക്ഷത കൊടുത്തില്ലേ. അവൻ പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ലോകചരിത്രം പരിശോധിച്ചാൽ പോയതുപോലെ മടങ്ങി വരാമെന്ന് മനുഷ്യന് പ്രത്യക്ഷത കൊടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഏക സത്യ ദൈവത്തിന്റെ ഏക മനുഷ്യാവതാരമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, അവൻ അമർത്യനായിരിക്കണം. ദൈവം അമർത്യനായിരിക്കണം. അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു മരിച്ചില്ലേ, അവൻ അമർത്യനാണോ എന്ന് ന്യായമായൊരു ചോദ്യമാണ്. പലപ്പോഴും ഇസ്ലാം സഹോദരന്മാർ ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ അള്ളാഹു ദൈവം എന്നാണ് പറയുന്നത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പ്രത്യക്ഷതകളോ ഈ പറയുന്ന യാതൊരു ഗുണഗണങ്ങളോ ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിൽ ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, വെറുതെ പറയുന്നല്ല, ഹദീസുകളും പഠിച്ചിട്ടുണ്ട്, ഇസ്ലാം സാഹിത്യ ചരിത്രവും പഠിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇത് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ അതുകൊണ്ട് അവരൊരു ചോദ്യം ഞങ്ങളോട് ചോദിക്കും, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3 ദിവസം അഥവാ കല്ലറയിലായിരുന്നപ്പോൾ നിങ്ങളുടെ ദൈവം മരിച്ചിരിക്കുകയായിരുന്നു. ന്യായമായ ചോദ്യമാണ്. ക്രിസ്തു മരിച്ചു എന്നല്ലേ പറയുന്നത്? അങ്ങനെ ദൈവമായിരുന്നു മരിക്കുമോ? ന്യായമായൊരു ചോദ്യമാണ് പ്രിയരെ. എന്തുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചു എന്ന് ചോദിച്ചാൽ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ മനുഷ്യന്റെ ശിക്ഷയെ മനുഷ്യനെ വിധിച്ചിരിക്കുന്ന നരകശിക്ഷയായ നിത്യമരണം, ആ നിത്യമരണം അവനെ രക്ഷിപ്പാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ നമുക്കറിയാം, നാം അറിയുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടുണ്ടോ? പാപത്തിന്റെ ശമ്പളമല്ലേ മരണം? കാരണം യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി തീർന്നതാണ്. ഞാൻ ഖുർആൻ വായിച്ചപ്പോൾ 3-ാം സൂറത്ത് 145 ആയത്തുകൾ വായിച്ചാൽ, അള്ളാഹയുടെ റൂഹിനാലും കൽമയാലും കൽമത്തുള്ളിയാൽ ഈസാ ജനിച്ചുവെന്നും ആ ഈസാ ജനിച്ചു കഴിഞ്ഞപ്പോൾ അഥവാ ഈസ് മസിഹ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പുരുഷബന്ധം കൂടാതെ ജനിച്ചുവെന്നാണ് ഖുർആൻ പോലും സാക്ഷീകരിക്കുന്നത്. അല്ലാഹു അല്ല ഒരിക്കലും യേശു ക്രിസ്തുവിനെ അയച്ചത് യഹോവയായ ദൈവമാണ്. അല്ലാഹു എന്ന് പറയുന്ന ഗോത്ര ദൈവമാണെന്നും അത് AD 571 അഥവാ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഖുറൈശ് ഗോത്രത്തിന്റെ ദൈവത്തെ അഥവാ ഏകദൈവമായി പ്രഖ്യാപിച്ചുവെന്നും സർവ്വവിജ്ഞാനകോശം 1-ാം മോളി 241-ാം പേജിലും സർവ്വവിജ്ഞാനകോശം 2-ാം മോളി 208 പേജുകളിലും ഇസ്ലാം സാഹിത്യ ചരിത്രം 14 മുതൽ 15 പേജുകളും വായിച്ചാൽ അറിയാം. അതൊക്കെ വിവരിക്കാൻ സമയമില്ല. എന്നോട് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം പറയും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അതുകൊണ്ട് ഈ യഹോവയായ ഏക സത്യദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ജീവനുള്ള ദൈവം, കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു? അതുകൊണ്ടാണ് അവൻ ദൈവരൂപത്തിലിരുന്നാൽ മരിക്കാൻ കഴിയുകയില്ല. മനുഷ്യനായി പാപമില്ലാതെ ജനിച്ച് പവിത്ര ജീവൻ നയിച്ച ക്രിസ്തുവിനെ 3 മതക്കോടതികളും അഥവാ 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിച്ചു. 6 കോടതി വിസ്താരത്തിന്റെ അവസാനം പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഇവൻ നീതിമാനാകുന്നു. അവന് 30 വെള്ളിക്കാശ് ഒറ്റക്കൊടുത്ത യൂദാസ് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു വന്നിരിക്കുന്നു. പോരാ, അവിടെ കൊണ്ട് അവസാനിച്ചില്ല പ്രിയരെ. അവനെ വിസ്തരിക്കുമ്പോൾ അഥവാ റോമൻ ഗവർണറുടെ ഭാര്യ
പ്രഥമമായത് ഒരു കത്ത് കൊടുത്തയച്ചു, നിങ്ങൾ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അവൻ നീതിമാനെന്ന് അവരും പറഞ്ഞത് അവിടെ കൊണ്ടും തീർന്നില്ല പ്രിയരെ. നാം അറിയുന്ന പോലെ അവന്റെ ക്രൂശിൽ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് കള്ളന്മാർ. ഇപ്പോൾ ആ കള്ളനും പറയുകയാണ്, നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിൽ അരുതാത്ത ഒന്നും ചെയ്യാത്ത ഒരേ ഒരുവനാണ് പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവന്റെ മരണങ്ങൾ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഈ അനേകർ മരണം കണ്ടിട്ടുണ്ട്, ഇവനാണ് സാക്ഷാൽ നീതിമാൻ. അവിടെ കൊണ്ട് തീർന്നില്ല. അവന്റെ മരണം രേഖപ്പെടുത്തുവാൻ റോമൻ ശതാധിപൻ വിളിച്ചു പറയുകയാണ്, ഈ വാസ്തവമായി ദൈവപുത്രനാണ്. ഇവന്റെ മരണത്തിൽ സൂര്യരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കലകൾ തുറക്കപ്പെട്ടു. അതുപോലെ ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല പോലും മുഖം അടിവരെയും കീറിപ്പോയി. ഇതേ മഹാസംഭവം, ഇത് ദൈവപുത്രന്റെ തന്നെ പരമയാഗം, അവന്റെ മരണം എന്നാണ് പറഞ്ഞത്. എന്നാൽ അവനെ അനുസരിച്ച നാം അറിയുന്ന പോലെ പത്രോസ്, ആ പത്രോസിന്റെ സാക്ഷി നിങ്ങൾ പരിശോധിച്ചാൽ ആ പത്രോസ് പറയുകയാണ്, 3.5 വർഷക്കാലം ഞങ്ങൾ അവനോടുകൂടെ ഉണ്ട് ഉറങ്ങി, അവനോട് സഞ്ചരിച്ചു, പക്ഷേ അവൻ പാപം ചെയ്തിട്ടില്ല. അവനെ കുലങ്കവശമായി പരിശോധിച്ച യഹൂദനായിരുന്ന തർസോസുകാരൻ സൗൽ, പിൻകാലത്ത് ക്രിസ്തുശിഷ്യനായിരുന്ന പൗലോസ് പറയുകയാണ്, അവനിൽ പാപം അറിഞ്ഞിട്ടില്ല. അവനെ പരിശോധിച്ച, അവനോടുകൂടെ ഉണ്ട് ഉറങ്ങിയ, തന്റെ മാറോട് ചാരിയ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അവനിൽ പാപമില്ല. ജന്മപാപമില്ലാത്ത, കർമ്മപാപമില്ലാത്ത യേശു ക്രിസ്തു മരിക്കുമോ? ന്യായമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മുടെ എല്ലാ മനുഷ്യരുടെയും പാപം യഹോവ അവന്റെ മേൽ ചുമത്തി. ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് നാം അറിയുന്ന ഗെത്സമനായ എന്ന തോട്ടത്തിൽ രാത്രി 1 മണിയോട് അടുത്ത സമയത്ത് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിൽക്കണം, എങ്കിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഏതൊരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു എല്ലാ മനുഷ്യരുടെ ആഗ്രഹപ്രകാരം ഭൂമിയിൽ പാപത്തെ പാൽ പോലെ ആസ്വദിച്ച് മരണശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ന്യായവിധിയുടെ ദൈവത്തിന്റെ കാരണം അനുഭവിച്ച് സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ദൈവം പാപിയെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം അനീതിയുള്ളവനെന്ന് വരും. അതുകൊണ്ടാണ് പാപിയെ ശിക്ഷിക്കണം, പാപത്തെ ശിക്ഷിക്കണം, പാപിയെ രക്ഷിക്കണം. അതാണ് ദൈവ സ്നേഹവും ദൈവ നീതിയും ഒരുപോലെ പ്രസാദിക്കപ്പെടണം. എന്നെ സ്നേഹിത, അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു, നിന്റെ ഹിതം നിറവേറട്ടെ. അങ്ങനെ ഈ നൂറ്റാണ്ടുകളുടെ പുരുഷാന്തരങ്ങളുടെ ലോകത്തിന്റെ സമസ്ത പാപവും ആ ലോകത്തിന്റെ പാപം ചുമക്ക് ദൈവ കുഞ്ഞാടായ ക്രിസ്തുവിനുമേൽ പെയ്തിറങ്ങിയപ്പോൾ അവന്റെ ഉള്ളം മരണവേദനയിലായി. മരണം എന്തെന്നറിയാത്ത, മരണം ആസ്വദിക്കാൻ ആവശ്യമില്ലാത്ത ആ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു അവന്റെ ഉള്ളം പ്രാണവേദനയിലായി. അവൻ വിയർപ്പ് തുള്ളികൾ, രക്തത്തുള്ളികൾ പോലെ അതിലെ ഗെത്സമനയിൽ ഒഴുകിയില്ല പ്രിയരെ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു പാപവും ചെയ്യാത്ത, പരിശുദ്ധ പൗത്രീകരിക്കപ്പെട്ട വചനം ശരീരമായി തീർന്ന ആ നിർമ്മല മേനി നിങ്ങൾ നോക്കുക. പീലാത്തോസിന്റെ കൽത്തളത്തിലേക്ക് റോമൻ ചാട്ടവാറുകൾ അതിഭീകരമായി അനുവദിച്ചപ്പോൾ ഒരു കർഷകൻ തന്നെ നില ഉഴുതു വരയ്ക്കുന്ന പോലെ അത് കീറി മുറിഞ്ഞില്ല പ്രിയരെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ജനിച്ചത് പാപത്തിലാണ്, ജീവിക്കുന്നു പാപത്തിലാണ്. പാപത്തിൽ മരിച്ചാൽ പാതാളത്തിനാടായി നിത്യനരകത്തിലേക്ക് പോയാൽ അവിടെ കെടാത്ത തീയിലും സാകാത്ത മുഴുവനും നിത്യമായി കത്തേണ്ടി വരും. അതുകൊണ്ടാണ്, അല്ലയോ കർത്താവായ യേശുവേ, അങ്ങ് ദൈവമായിരുന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യനായി വന്ന് എനിക്ക് വേണ്ടി അടിയേറ്റുവെന്ന് ചോദിച്ചാൽ, സ്നേഹിത, നിന്റെ ഒരു നേതാവും ഇതുപോലെ അടിയേറ്റിട്ടില്ല, നിന്റെ ഒരു മത നേതാവും അടിയേറ്റിട്ടില്ല, നിന്റെ ഒരു അവതാര പുരുഷനും അടിയേറ്റിട്ടില്ല. നമുക്ക് വേണ്ടി നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ചിതാവായിരിക്കുന്ന സ്നേഹസ്വരൂപനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവന്റെ മുതുകാണ് ഒരു കർഷകൻ തന്നെ നിലമുഴു വരയ്ക്കുന്ന പോലെ കീറുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തത്. മറന്നു പോകരുത്. ഇസ്ലാം സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ക്രിസ്തീയ സഹോദരന്മാരെ, നമ്മളൊരു അച്ഛന്റെ മക്കളാണ്. മറന്നു പോകരുത്. മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയുടെ ഇതാ വക്താവായി, നമ്മുടെ പകരക്കാരനായി ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് പീലാത്തോസിന്റെ കൽത്തളത്തിൽ കെട്ടപ്പെട്ടവനായി ക്രിസ്തുവിനെ അടിച്ചുറുകുചാൽ പോലെ കീറിയത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. മറന്നു പോകരുത് സ്നേഹിത. അവന്റെ കരങ്ങളിലേക്ക് ഒന്ന് നോക്കുമോ? അനേകർക്ക് അപ്പം നുറുക്കി കൊടുത്ത, അനേകരെ തൊട്ട് സൗഖ്യമാക്കിയ ആ സൗഖ്യദായക കരങ്ങളിൽ പച്ച ആ ഇറച്ചിയിലേക്ക് കാരീര്യം പാണി വെച്ച് അടിച്ചിറക്കിയത് സ്നേഹിത ഒരു മുള്ളു കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന എന്താണ്? അങ്ങനെയെങ്കിൽ 7 ഇഞ്ച് നീളമുള്ള 4 ഇഞ്ച് വീതിയുള്ള ആ
അതിഭയാനകമായിരിക്കുന്ന ഇരുമ്പാണി അവന്റെ കൈകളിലേക്ക് അടിച്ചടിച്ചിറക്കിയപ്പോൾ, സ്നേഹിത, എനിക്കും നിനക്കും വേണ്ടി ഞാനും നീയും ചെയ്ത പാപത്തിന് ഒരു ന്യായവിധിയില്ല എങ്കിൽ, ഒരു ശിക്ഷയില്ല എങ്കിൽ, അല്ലയോ കർത്താവേ, അങ്ങയുടെ തിരു കൈകളിൽ എന്തുകൊണ്ട് കരിമ്പാണി വെച്ചടിക്കണം? പോരാ, നന്ദി, ഈ ലോകത്തിന് സത്യവും നീതിയും സ്നേഹവും നൽകിക്കൊണ്ട് അവശരെയും ആർദ്ധരെയും ഉയർത്തി ദരിദ്രർക്ക് സുവിശേഷം നൽകിക്കൊണ്ട് സമാധാന പ്രഭുവായ ക്രിസ്തുവേ, അങ്ങയുടെ തിരുക്കാലുകളിൽ എന്തുകൊണ്ടാണ് ആ കാര്യം പാണി വെച്ചടിച്ചതെന്ന് ചോദിച്ചാൽ, സ്നേഹിത, പാപത്തെ പാലുപോലെ ആസ്വദിച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൊലകൾ ചെയ്തിട്ടും ഭരണകർത്താവായിരുന്നു മരിക്കുന്ന അല്ലയോ ഭരണ നേതാക്കന്മാരെ, ഏത് വലിയ വമ്പനെയും കൊമ്പനെയും ഒരുപോലെ ന്യായം വിധിക്കുന്ന അന്ത്യന്യായ വിധിയുണ്ട്. നിന്നെയെല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ ന്യായവിധിയാണ് 2000 ആണ്ടുകൾക്കപ്പുറത്ത് അവന്റെ കാലുകൾ, അവന്റെ കൈകൾ, അവന്റെ ശരീരം ആ കർത്താവിന്റെ കരങ്ങളിൽ അടിച്ചു കീറിയെങ്കിൽ, സ്നേഹിത, മറന്നു പോകരുത്, നിന്നെ ന്യായം വിധിക്കുന്നത് നീ നിന്റെ ജീവനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, പലരും ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഇത്രമാത്രം അഴിമതിയും അക്രമവും നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ഈ ദൈവം ഒരു അനങ്ങാപ്പാറതായി സ്വീകരിച്ചിരിക്കുന്നത്? പറയാം സ്നേഹിതന്മാരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അല്പകാല ജീവിതത്തിൽ ഒരു മനുഷ്യനെ ന്യായം വിധിച്ചാൽ 70 വയസ്സെന്ന് പറഞ്ഞാൽ 25,550 ദിവസമേ ഉള്ളൂ. 80 വയസ്സെന്ന് പറഞ്ഞാൽ 29,200 ദിവസമേ ഉള്ളൂ. 30,000 ദിവസം പോലും ഇല്ല പ്രിയരെ. ഇത്ര ചെറിയ ജീവിതത്തിൽ അല്ലെങ്കിൽ 100 വയസ്സ് 36,000 ദിവസമല്ലേ ഉള്ളൂ. ഈ ദിവസം കൊണ്ട് ശിക്ഷിച്ചാൽ, അഥവാ ദൈവത്തിന്റെ നീതിയുടെ ന്യായാധിപതിയായിരിക്കും ദൈവത്തിന് ഓരോ തെറ്റുകൾക്കും ശിക്ഷ തരുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എന്താണ് ഉറപ്പ്? നോക്കൂ, കാലുകളുടെ ക്രൂശിലേക്ക് പാപമില്ലാത്ത ക്രിസ്തു, പാപം ചെയ്യാത്ത ക്രിസ്തു, പാപിക്ക് പകരക്കാരനായി അവൻ അടിച്ചു കീറപ്പെട്ട് ആപാപിയുടെ മുറിവുകളേറ്റ് അർത്ഥപ്രാണനായി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് അലറിക്കറഞ്ഞുവെങ്കിൽ, അവൻ ആ കൈപ്പുനീര് കുടിച്ചുകൊണ്ട് ആ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ, മാനവരാശിയുടെ പാപത്തിന്റെ ശിക്ഷ പാപമില്ലാത്ത ക്രിസ്തു അനുഭവിച്ചുവെങ്കിൽ, അവൻ മരണമില്ലാത്ത ദൈവം ഇതാ ആ പിതാവിന്റെ കൈകളിലേക്ക് തന്റെ പ്രാണനെ അർപ്പിച്ചുകൊണ്ട് മരണം ഭരിച്ചുവെങ്കിൽ, ഈ ഭൂമിയിൽ പാപം ചെയ്ത, പാപത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യ, നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു മാറ്റവുമില്ല. എന്നാൽ ആര് ശിക്ഷിക്കും? ന്യായമായൊരു ചോദ്യമാണ്. അങ്ങനെ ആർക്കാണ് ശിക്ഷിക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് മരിച്ചു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല ക്രിസ്തു. അവസാനിച്ചുവെങ്കിൽ ഞാൻ ഉറപ്പു പറയുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ 17-ാം അധ്യായത്തിൽ അഥേനയിൽ, അഥവാ ഈ തത്വജ്ഞാനികളുടെ നാട്ടിൽ നിന്ന് പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കാൻ ഏത് മനുഷ്യനും മരണശേഷം ഒരു ന്യായവിധി. ഏത് അഴിമതിയും അക്രമവും അരാജകത്വവും പാപവും പാപത്തിൻ്റെതായ അഥവാ മദ്യവും മയക്കുമരുന്നും ലോകത്തിന്റെ പാപത്തിൽ ജീവിക്കുന്ന അല്ലയോ മനുഷ്യ, നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരാണവൻ? യേശു ക്രിസ്തു. എന്താണ് കാരണം? അവൻ മരിച്ചു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എങ്കിൽ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ഇവിടത്തെ സമാധാനം, ഇവിടത്തെ സന്തോഷം, ഇവിടത്തെ സ്വത്ത്, ഇവിടത്തെ മക്കളുടെ പഠനം, അതുപോലെ വിവാഹം, മക്കളില്ലാത്തവർക്ക് മക്കള്, രോഗസൗഖ്യം, ഭൂതസൗഖ്യം, ഇതൊക്കെ കിട്ടിയെങ്കിൽ ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെ ത്രാണനാർത്ഥം ആ മാമലമേടുകളിൽ താൻ കതറി മരിച്ച് നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചുകൊണ്ട് ദൈവനീതിയെ നിവർത്തിച്ചുവെങ്കിൽ അവൻ മരിച്ചു. അവന്റെ വിലാപ്പൊട്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ ജഡത്തിൽ മരണശിക്ഷ ഏറ്റിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ തന്റെ ശിഷ്യന്മാർ, അഥവാ നിക്കോദിമോസും ജോസഫും, അത് നിക്കോദിമോസ് കൊണ്ടുവന്ന 100 രാത്രി ഇടിച്ചിട്ട സുഗന്ധക്കൂട്ട് യഹൂദ ശപമടക്ക മര്യാദ പ്രകാരം യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ കീറിപ്പറിഞ്ഞ ശരീരത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ച് പ്രിയരെ. അവിടെ കൊണ്ട് തീർന്നില്ല. 14 അടി നീളമുള്ള 4 അടി വീതിയുള്ള വെളുത്തുള്ളിനെയും തുണി കൊണ്ട് ആ ശരീരം എംബാം ചെയ്തു. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ജോസഫിന്റെ പുതിയ കല്ലറ ഒറ്റ പാറയിൽ വെട്ടി ഉണ്ടാക്കിയ ഒരു കൽവാതിലുകൾ മാത്രമുള്ള ആ കല്ലറയ്ക്കുള്ളിലേക്ക് വെച്ചു. എന്നിട്ടോ റോമയുടെ മുദ്രയും വെച്ചു. ഒരു കാരണവശാലും ഈ കല്ലറ തുറക്കാൻ പാടില്ല. അവിടെ കൊണ്ടും തീർന്നില്ല. റോമൻ പട്ടാളത്തെ കാവലിട്ടു. എന്നാൽ നാം അറിയുന്നു, യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോകും,
നിങ്ങളുടെ മുമ്പ് പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ചു കൊല്ലും, ഞാനോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരുവനായി ക്രിസ്തു. അവൻ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ ബ്രഹ്മമുഹൂർത്തം പൊട്ടിവിടരുമ്പോൾ ഇതാ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത് പുറത്ത്. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കാൻ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് കൊടുത്തിരിക്കുന്നു. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു. ആ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു 40 നാൾ ഈ ഭൂമിയുടെ സഞ്ചരിച്ചു. അവന്റെ ആണിപ്പഴുതുള്ള കൈകൾ ഉയർത്തി അവനെ അനുഗമിച്ച ശിഷ്യന്മാരെ അനുഗ്രഹിച്ചില്ല പേര്. അവരോടുകൂടെ അസ്ഥിയും മാംസമുള്ള ശരീരത്തിൽ അവ സംശയിച്ച തോമാസ് അരികിൽ വിളിച്ചു, തോമാസ്, നീ എന്റെ അടുത്തിലേക്ക് വരിക, നീ എന്റെ വിലാപ്പുറത്ത് വരലിട്ട് നോക്ക്, നീ എന്റെ ആണിപ്പഴുത് പരിശോധിക്ക്. അത്രമാത്രം തേജോമയനായിരിക്കുന്ന അമർത്യനായ ക്രിസ്തു, ആ ക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു? ഇസ്ലാം സഹോദരന്മാരെ, ദൈവം മരിച്ചു 3 ദിവസം അടക്കപ്പെട്ടില്ലേ, പിന്നെ എങ്ങനെയാണ് ആ ദൈവം മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ന്യായമായ ചോദ്യമാണ്. കാരണം യേശു ക്രിസ്തു ദൈവമല്ലേ? ആണ്. യേശു ക്രിസ്തു യഹോവ സാക്ഷികൾ പറയുന്ന കുട്ടി ദൈവമല്ല. എന്താണ് കാരണം? റോമാലേഖനം 9-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയാണ്, അവൻ മഹാദൈവമാണ്. അവനെ അനുഗമിച്ച ശിഷ്യനായ യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവ് വിവേകം തന്നുവെന്നും നാം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. നിത്യജീവനായി ക്രിസ്തു മരിക്കുമോ? ദൈവം മരിക്കുമോ? 3 ദിവസം അടക്കപ്പെട്ട് കല്ലറയിരുന്നപ്പോൾ അവൻ മരിച്ചുവോ? ന്യായമായ ചോദ്യം. അല്ലയോ ഇസ്ലാം സഹോദരന്മാരെ, പാപികളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപമില്ലാത്തവനായി ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു നമ്മുടെ എല്ലാം പാപം അവന്റെ മേൽ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, പാപികളായ നമ്മെ പരിശുദ്ധനായ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നമ്മുടെ പാപപരിഹാരാർത്ഥം അവൻ തന്റെ ശരീരത്തിൽ ആ ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. തന്റെ മനുഷ്യത്വം അവൻ ജഡത്തിൽ മരണശിക്ഷയേറ്റു, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ദൈവം ആത്മാവാകുന്നു. യേശു ക്രിസ്തുവിന്റെ ദൈവത്വമല്ല മരിച്ചത്. യേശു ക്രിസ്തു മരിക്കുവാൻ വേണ്ടി സ്വീകരിച്ച ആ ശരീരത്തിൽ അവൻ ജഡത്തിലാണ് മരണശിക്ഷയേറ്റത്. അല്ലയോ സ്നേഹിത, ദൈവത്തിന് ഒരിക്കലും മരണമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വം ദൈവത്വമല്ല മരിച്ചത്, പിന്നെയോ അവൻ അതിനായി സ്വീകരിച്ച ശരീരം, ആ ശരീരത്തിലാണ് മരണം മരിച്ചത്. അതുകൊണ്ടാണ് മരണാധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അവൻ 3-ാം നാൾ ഉത്തുംഗ പ്രതാപമാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനിൽ മരണഭീതിയിൽ അടിമകളായിരിക്കുന്ന മനുഷ്യരെയെല്ലാം, ഈ മനുഷ്യരെല്ലാം പുനരുദ്ധാനം ചെയ്യിച്ച് പുത്തൻ ശരീരം കൊടുത്ത് ഈ സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്രങ്ങളെ കടന്ന്, വാനഗോളങ്ങളെ താണ്ടി അവൻ സ്വർഗത്തിലേക്ക് നമ്മെ ചേർക്കുന്ന ഒരു നാളുണ്ട്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അതുകൊണ്ടാണ് ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഒരു കാര്യം എന്റെ പ്രിയരെ, പിന്നെയോ അവനോടുകൂടെ സ്വർഗത്തിലേക്ക് നീ എടുക്കപ്പെടുമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുന്നവർ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യഥാർത്ഥ ക്രിസ്തുവിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ സ്വർഗീയ കൽപ്പന ജ്ഞാന സ്നാനം സ്വീകരിച്ച് അവനെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ക്രിസ്തുവുള്ള ക്രിസ്ത്യാനി, ക്രിസ്തു മതത്തെയല്ല, ആ ക്രിസ്തുവുള്ള ക്രിസ്ത്യാനി ക്രിസ്തു ഹൃദയത്തിൽ വന്ന് ഇന്നലെ വരെ മദ്യപിച്ച്, ഇന്നലെ വരെ പുകവലിച്ച്, ഇന്നലെ വരെ വ്യഭിചരിച്ച്, ഇന്നലെ വരെ പിടിച്ചുപറിച്ച്, ഇന്നലെ വരെ കൊലപാതകം ചെയ്ത്, ഇന്നലെ വരെ ആത്മഹത്യയുടെ രീതിയിൽ നടന്ന ആ പടുപാപിയായിരിക്കുന്ന വ്യക്തി അവൻ യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നപ്പോൾ പുതിയൊരു മനുഷ്യനായി തീർന്ന് ക്രിസ്ത്യാനിയായി ആത്മാവിലും സത്യത്തിലും വിഗ്രഹങ്ങളെ വിട്ട്, സാദൃശ്യങ്ങളെ വിട്ട്, പൗരോഹിത്യം വിട്ട്, കുർബാന വിട്ട്, കുംഭസാരം വിട്ട്, ഒരു മതകട ചടങ്ങുകളും ഇല്ലാതെ ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും സത്യ നമസ്കാരി ആരാധിക്കുന്ന ക്രിസ്ത്യാനി, ആ ക്രിസ്ത്യാനിയാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗം ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ജീവിച്ച് മരിച്ചുപോയ വിശുദ്ധന്മായി ഒരുക്കുകയും ജീവിച്ചിരിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ വകയായി തീർന്ന് രൂപാന്തരപ്പെട്ട് ഈ സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്രങ്ങളെ കടന്ന്, വാനഗോളങ്ങളെ താണ്ടി ഈ ക്രിസ്തുവിന്റെ തിരുമാറിലേക്ക് മുത്തമിടുവാൻ എടുക്കപ്പെടും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ലോകോത്തര നേതാക്കന്മാരെല്ലാം
ജനിച്ച് ജീവിച്ച് ഭരിച്ച് മുടിച്ച് മരണത്തിന് കീഴ്പ്പെട്ട ലോകത്ത് മരണമില്ലാത്തവൻ, അമർത്യനായിരിക്കുന്നവൻ, അമർത്യ ശരീരം കൊടുത്ത തന്റെ പുതിയ സഭയുമായി ഇതാ വരുന്ന ഭൂമിയെ വന്ന് അനീതി നീക്കി, അക്രമം നീക്കി, അരാജകത്വം നീക്കി, ശാന്തിയും സമാധാനമുള്ള സമത്വ സുന്ദര സഹോദരമായിരിക്കുന്ന ക്രിസ്തുവിനെ 1000 വർഷം ഈ ഭൂമിയെ ക്രിസ്തു ഭരിക്കും. അന്ന് ക്രിസ്തുവിനോട് ഭരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ അഥവാ മരണമില്ലാത്തവനായി സൃഷ്ടിച്ചത്. പക്ഷേ പാപം ചെയ്ത മനുഷ്യൻ പാതാളത്തിനാടായി പോകുന്ന നരകത്തിലുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ വീണ്ടെടുത്ത് 1000 വർഷം ക്രിസ്തുവിനോട് ഭൂമിയിൽ ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയെ നീതിയോടെ ഭരിക്കുവാനാണ് പ്രിയരെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു സ്വർഗീയ ജെറുസലേം ലോകത്തിനോളം ആർക്കും രൂപകൽപ്പന ചെയ്യുവാൻ കഴിയാത്ത അതിമനോഹരമായിരിക്കുന്ന ആ സ്വർഗീയ സംഗീതം, ആ സംഗീതത്താൽ ലയിച്ചു നിൽക്കുന്ന ആ നിത്യ സമാധാനത്തിൽ, നിത്യ സന്തോഷത്തിൽ, നിത്യത മുഴുവൻ കഴിയുന്ന സ്വർഗീയ ജെറുസലേം, ആ സ്വർഗീയ ജെറുസലേമിലേക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത, നമ്മെ മാറോട് ചേർക്കുന്ന ക്രിസ്തുവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് അവന്റെ ആ നിത്യാനന്ദത്തിൽ, നിത്യ സൗഭാഗ്യത്തിൽ, ആ നിത്യത മുഴുവൻ കഴിയുവാൻ തക്കവണ്ണം അതിനു വേണ്ടിയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഈ ലോകം മുഴുവൻ നീ നേടിയിരിക്കാം, നിനക്ക് പേരും പ്രശസ്തി ഉണ്ടായിരിക്കാം, പക്ഷേ ഈ നിസാര ദിവസങ്ങളുടെ ജീവിതത്തിനപ്പുറം ഇതെല്ലാം വിട്ട് നീ മരണം വഴി മാറ്റപ്പെട്ടാൽ സ്നേഹിതാ നീ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇത്രയും വലിയ നഷ്ടമില്ല. അതുകൊണ്ടാണ് നാം അറിയുന്ന പോലെ ലോക പോലീസ് അമേരിക്കയുടെ കെന്നഡി വെടിയേറ്റ് മരിച്ചപ്പോൾ ലോകപത്രങ്ങൾ ഒന്നടങ്കം എഴുതി, തീരാ നഷ്ടം. ഇന്ത്യയുടെ പ്രിയദർശിനി ഇന്ദിരാജി ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനിയും സ്വന്തം സെക്യൂരിറ്റിയെ വെടിയേറ്റ് മരിച്ചപ്പോൾ ഇന്ത്യൻ പത്രങ്ങൾ ഒന്നടങ്കം എഴുതി, തീരാ നഷ്ടം. സാംസ്കാരിക നേതാക്കന്മാരിൽ സമുന്നതനായിരിക്കുന്ന സുമാർ ഇപ്പോൾ താൻ മരിച്ചപ്പോഴും കേരളത്തിന്റെ പത്രങ്ങൾ എഴുതി, തീരാ നഷ്ടം. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോഴും പത്രങ്ങൾ എഴുതി, തീരാ നഷ്ടം. നമ്മുടെ നയനാർ സാർ മരിച്ചപ്പോഴും എഴുതി, തീരാ നഷ്ടം. EMS മരിച്ചപ്പോഴും എഴുതി, തീരാ നഷ്ടം. ലോകോത്തര നേതാക്കന്മാരെല്ലാം മരിക്കുമ്പോൾ എഴുതും, തീരാ നഷ്ടം, തീരാ നഷ്ടം. എന്നാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച അപ്പോസ്തലനായ പൗലോസ് റോമയുടെ ചക്രവർത്തിയുടെ വാളിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ലോകോത്തര നേതാക്കന്മാർ ലോകം പിടിച്ചടക്കാൻ ഇറങ്ങി പിടിച്ചവരെല്ലാം മരണം കൊണ്ട് മാറ്റപ്പെട്ടപ്പോൾ, മരണത്തിന്മേൽ കീഴ്പ്പെട്ടപ്പോൾ അവരെല്ലാം നഷ്ടം നഷ്ടം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്ത്യാനിയായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഈ മർത്യമായ ശരീരം, ഈ രോഗമുള്ള ശരീരം, ഈ വാർദ്ധക്യമുള്ള ശരീരം, ഈ ദുഃഖമുള്ള ശരീരം, ഈ ദേവത്വമുള്ള ശരീരം മാറ്റി തേജസ്സുള്ള, ഒരിക്കലും മരിക്കുവാൻ കഴിയാത്ത ആ ശരീരം നൽകി തേജോമയമായ ശരീരത്തിൽ മരണത്തിന് പിടിച്ചടക്കാൻ കഴിയാത്ത ആ നിത്യജീവൻ നൽകുന്ന ആ നിത്യ ശരീരത്തിൽ ഞാൻ നിത്യത മുഴുവൻ കഴിയുവാൻ എന്റെ മരണം ഒരു കവാടമാണ്. ഈ ഭൗമകൂടാരം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു ശരീരം, സ്വർഗീയമായ ഒരു കൂടാരം, അത് ലഭിക്കുന്നതാണ് ക്രിസ്ത്യാനിയുടെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ഈ മരണകരമായിരിക്കുന്ന ജീവിതത്തിൽ നിന്നും ഈ പുനരുദ്ധാനത്തിന്റെ പുലരിയിൽ ഈ അമർച്ച ശരീരത്തിലേക്ക്, തേജോമയമായ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തു മതക്കാരനാണ്, പടുകൂറ്റം പള്ളിയുണ്ട്, എനിക്ക് വലിയൊരു പുരോഹിതനുണ്ട്, എനിക്ക് വേണ്ടി കുർബാനയുണ്ട്, മരണശേഷം എനിക്ക് വേണ്ടി 40 നടത്തും, അടിയന്തരം നടത്തും, അതുപോലെ ശേഷക്രിയകൾ ചെയ്യും എന്ന് പറഞ്ഞ് വെറുതെ വ്യർത്ഥമായി നരകത്തിലേക്ക് പോകാതെ കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുകയാണ്, കണ്ടാൽ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ ജാതിയില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, ഉച്ചനീച തട്ടുകളില്ല, ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിലെ ഒരേ ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്ന് മനുഷ്യന് വേണ്ടി മരിച്ചടക്കപ്പെട്ട ക്രിസ്തു ചോദിക്കുകയാണ്, മനസ്സുണ്ടോ നിന്റെ ഹൃദയം എനിക്ക് തരുവാൻ? ആ ഹൃദയത്തിലേക്ക് ഞാൻ വരാം. എന്റെ കർത്താവും ദൈവമായി നീ അംഗീകരിച്ചാൽ, കാൽവരിയിലെ എന്റെ പരമയാഗം നിന്റെ പാപമോചനത്തിൽ നീ അംഗീകരിച്ചാൽ, ആ നിമിഷം
ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. അങ്ങനെയാണ് പ്രിയരെ, ഒരു കാലത്ത് ഷാപ്പ് നടത്തി അതുപോലെ രാഷ്ട്രീയം കളിച്ച് പാപത്തിന്റെ വഴികളിൽ ജീവിച്ച എന്നെ പോലെയുള്ള പാപികളെ ഇന്ന് ഈ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, നിത്യജീവന്റെ ഉടമകളാക്കി തീർത്തത് ക്രിസ്തു മതത്തിലായതുകൊണ്ടല്ല. ഞാൻ ക്രിസ്തു എന്ന സാക്ഷാൽ ദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ, രക്ഷകനായ കർത്താവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ആ നിമിഷം കാൽവരുടെ ക്രൂശിലൂടെ ദൈവം നോക്കിയപ്പോൾ എന്റെ വീട് നാടുകാണിയിലാണ്. അതുകൊണ്ടാണ് റോമിലെ വിശുദ്ധന്മാർക്ക് എന്ന് വിളിച്ചെങ്കിൽ, റോമിലെ പാപികളായ മനുഷ്യർ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവരെ വിളിച്ചത് റോമിലെ വിശുദ്ധന്മാർ, ക്രിസ്തുവിനെ സ്വീകരിച്ചവരെ. അതുപോലെ ഗലാത്യയിലെ വിശുദ്ധന്മാർ ഗലാത്യയിലെ വ്യക്തികൾ വിളിച്ചത്, കൊരിന്തിലെ പാപികൾ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ കൊരിന്തിലെ വിശ്വാസികൾ വിളിച്ചത് കൊരിന്തിലെ വിശുദ്ധന്മാരെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ദേശത്തും വിശുദ്ധന്മാരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇത് ക്രിസ്തുവിനോട് പറയുക, കർത്താവേ, ഞാൻ ഒരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അല്ലയോ ക്രിസ്തു, ജീവിച്ചാൽ ഞാൻ ക്രിസ്തുവിനായി ജീവിക്കും, പ്രവർത്തിച്ചാൽ ഞാൻ ക്രിസ്തുവിനായി പ്രവർത്തിക്കും, മരിച്ചാൽ ക്രിസ്തുവിനായി മരിക്കും. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. പ്രിയ സ്നേഹിതന്മാരെ, ചത്ത് 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 വളർന്ന മാർഗമാണ് ക്രൈസ്തവ മാർഗം. കൊന്നു കൊന്നു വളരുന്ന മതങ്ങളെ, ഇസങ്ങളെ നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗം ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച രക്തസാക്ഷികൾ, ക്രിസ്തുവിൽ മരിച്ച സമസ്ത വിശുദ്ധന്മാരും ഒരുപോലെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും. 33 വയസ്സിന്റെ യുവത്വമുള്ള ശരീരത്തിൽ, തേജസ്സുള്ള ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് മരണത്തെ ഭയക്കാത്ത ഒരേ ഒരു മാർഗം, അതാണ് ക്രിസ്തുവിന്റെ മാർഗം. ക്രിസ്തുവിന്റെ ശിഷ്യൻ പത്രോസിനെ പിടിച്ചില്ലേ പ്രിയരെ? അവനെ തലകീഴായി ക്രൂശിച്ചു കൊന്നില്ലേ ഈ ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ. എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പിടിച്ചുവൻ അന്ത്രയോസിനെ അടിച്ചവശനാക്കി കുതിരയ്ക്ക് കെട്ടി വലിച്ച് അവസാനം അവനും ക്രൂശിൽ കിടന്ന് മരിച്ചില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. പിടിച്ചുവർ യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ച് തിളച്ച എണ്ണയിലേക്ക് എറിഞ്ഞില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ പുനരുദ്ധാന മാർഗം? ഇല്ലേ, ഇല്ല. പിടിച്ചുവർ ബർത്തലോമായ ശിഷ്യനെ ജീവനോട് കഴുത്തിന് താഴോട്ട് തൊലിയുരിച്ചു കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നില്ല. പിടിച്ചുവർ തഥായി ജീവനോടെ മരത്തോട് ചേർത്ത് വെച്ച് അമ്പെയ്ത് കൊന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. പിടിച്ചുവർ മത്തായിയെ വാളുകൊണ്ട് ചിരച്ഛേദനം ചെയ്തില്ലേ? പിടിച്ചുവർ പൗലോസിനെ ചിരച്ഛേദനം ചെയ്തില്ലേ? പിടിച്ചുവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നില്ലേ? പിടിച്ചുവർ തോമാസ് ലീഹായെ മൈലാപ്പൂരിൽ വെച്ച് ശൂലത്തിന് കൊത്തിക്കൊന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. ആയിരങ്ങൾ ആയിരങ്ങൾ ആർത്തിരമ്പി കാലുകളുടെ നടമ്പുകളുടെ വഴികൾ നടന്നു കയറി ആ രക്തപുഷ്പങ്ങളെ ചുംബിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രഭാതത്തെ മുത്തമിടുവാൻ ഈ മണ്ണിലുറങ്ങുമ്പോൾ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാതെ മുന്നേറി താടന പീഡന ശക്തികളെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ആകാശങ്ങളിൽ എടുക്കപ്പെടും. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത അമർത്യ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന് പറയടാ. തല നിവർത്തി നില്ലടാ. വെട്ടുന്നെങ്കിൽ വെട്ടട്ടെ കഴുത്തുകൾ. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുക, പ്രവർത്തിക്കുക, ക്രിസ്തുവിനായി പ്രവർത്തിക്കുക. ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ വ്യക്തി ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, സാമൂഹിക ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. പോരാ, നമ്മുടെ രാജ്യത്തിന് സമാധാനം ഉണ്ടാവും, ഭീകരവാദം ഉണ്ടാകുകയില്ല. കാരണം ക്രിസ്തു പറഞ്ഞു, നിന്റെ ശത്രുവിനെ സ്നേഹിപ്പി, ശത്രു വിശന്ന തിന്നാൻ കൊടുപ്പി, അവന് ദാഹിച്ച കുടിക്കാൻ കൊടുപ്പി, അവന് വേണ്ടി പ്രാർത്ഥിപ്പി. ഇതാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ സമാധാന പ്രഭുവായ ക്രിസ്തു, ആ ക്രിസ്തുവിൽ സമാധാനപൂരിതമായിരിക്കുന്ന വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, സാമൂഹിക ജീവിതം, സാംസ്കാരിക ജീവിതം രാഷ്ട്രത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരും. ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മദ്യപിക്കില്ല, പുകവലിക്കില്ല, അതുപോലെ വ്യഭിചരിക്കില്ല, അതുപോലെ നാം പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അതുകൊണ്ട് മദ്യത്തെ മയക്കുമരുന്ന് ഉപദേശങ്ങൾ എത്ര കൊടുത്തിട്ടും സർക്കാർ എത്ര കോടി മുടക്കിയാലും ഒരു മനുഷ്യനും മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ആ നിമിഷം എന്നെ പോലുള്ള പാപികളെ മാറ്റിയ ക്രിസ്തു നിങ്ങളെയും പുതിയ സൃഷ്ടിയാക്കും.
അതുകൊണ്ട് നിങ്ങൾ മദ്യത്തിനടിമയാണോ? പാപത്തിനടിമയാണോ? നിങ്ങൾ നിരാശനാണോ? നിങ്ങൾ ആത്മഹത്യക്കായി കാത്തിരിക്കുന്നവരെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യാശയില്ലെങ്കിൽ ഈ പ്രത്യാശയെ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഈ നിത്യജീവനായി ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഈ സമാധാന പ്രഭുവിനെ സ്വീകരിക്കുക. നിത്യയുടെ പങ്കാളിയായി തീരുവാൻ ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ പ്രസംഗിച്ച വിഷയത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഞാൻ ഉദ്ധരിച്ച ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്നും അതിന്റെ വ്യക്തമായ റെഫറൻസ് അടക്കം ഞാൻ പറയാൻ തയ്യാറാണ്. ഞാൻ ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു ദൈവത്തിന്റെ മക്കളാണ് സമസ്ത മനുഷ്യരും. എല്ലാവരും പാപികളാണ്. പാപിയായ മനുഷ്യരെ രക്ഷിപ്പാൻ ഒരേ ഒരു രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു. അവന് വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എഴുതി തന്നാൽ ഞാൻ മറുപടി പറയും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക, നിത്യയുടെ പങ്കാളിയെ തീരുവാൻ മതം വിട്ട്, ഇസം വിട്ട്, തത്വയുദ്ധം വിട്ട്, കർമ്മകാണ്ഡം വിട്ട് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഈ ദേശത്തെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാം അനന്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.